അരോമാ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെ കുറിച്ച് പങ്കുവെക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഐസക് ഡാനിയൽ അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ മുൻപാകെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുനി ഐക്കാട്ട് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം തൻ്റെ ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. അത് അനേക ശ്രോതാക്കൾക്ക് അത് വലിയ അനുഗ്രഹമായി തീർന്നു. അനേക പ്രിയപ്പെട്ടവരത് ഷെയർ ചെയ്യുവാനും കാണുവാനും പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആകയാൽ തൻ്റെ ഭാര്യാപിതാവായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഐസക് ഡാനിയൽ ഇന്ന് നമ്മോടൊപ്പം തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഐസക് ഡാനിയലിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ ദാസനെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്, ഇടുക്കി മൂലമറ്റത്ത് നിന്നാണ്. എൻ്റെ പേര് ഐസക് ഡാനിയൽ എന്നാണ്. ഭാര്യ സൂസമ്മ. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോൻ സാങ്കി ഐസക്, അവൻ വൈവാമില് വർക്ക് ചെയ്യുന്നു, വെസ്റ്റ് ബംഗാളിലാണ്. മറ്റേ ഭാര്യ സഹിതം അവിടെ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എൻ്റെ മോള് ഇളയ കുട്ടി മോളാണ്. അവളുടെ ഭർത്താവാണ് സുനി ഐക്കാട്. അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. എൻ്റെ പിതാവ് 97-ാമത്തെ വയസ്സിൽ 2 വർഷം മുമ്പ് മരിച്ചു. അദ്ദേഹം അറിയപ്പെടുന്ന സുവിശേഷകനായിരുന്നു. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകനാണ്. ഞങ്ങൾ 6 മക്കളാണുള്ളത്. 4 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. ഞാൻ 2ാമത്തെയാണ്. ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. കർത്താവിൻ്റെ ദാസനെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സുദീർഘമായ വർഷം സുവിശേഷ വേലയിൽ പങ്കാളിത്തം വഹിപ്പാനിടയായി തീർന്ന ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന സാഹചര്യങ്ങളും ബാല്യകാലം മുറിഞ്ഞിട്ടുള്ള നല്ല ഓർമ്മകളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായി സംസാരിക്കുന്നതിനുള്ളതായ സമയം വേർതിരിച്ചു കൊള്ളുന്നു. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അരോമാറ്റിയുടെ ഈ മഹത്തരമായിരിക്കുന്ന ഈ പ്രവർത്തനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനേക ആയിരങ്ങൾക്ക് ഇത് പ്രയോജനമാണെന്ന് കഴിഞ്ഞ നാളുകളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ധാരാളം പ്രോഗ്രാമുകൾ ഞാൻ കാണാറുണ്ട്. നിരന്തരമായി കാണുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. പ്രത്യേകിച്ച് അനേകരുടെ സാക്ഷ്യങ്ങൾ പുറത്തു വരിക എന്ന് പറയുന്നത് അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. മറ്റ് യാതൊരു മീഡിയയിലും അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അരോമ ടിവിയുടെ ഈ വലിയ പ്രവർത്തനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ലീഡർഷിപ്പ് വഹിക്കുന്നതായിട്ടുള്ള പാസ്റ്റർ ഡാനിയൽ ജോൺ അവരുകളെയും സഹപ്രവർത്തകരെയും ഈ ടിവിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ മഹത്തരമായിരിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എനിക്ക് പ്രവേശനം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് തികച്ചും ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ സുദീർഘ വർഷങ്ങൾ കർത്താവിൻ്റെ വേലയിൽ അങ്ങിങ്ങായി താമസിച്ചുകൊണ്ട് വേല ചെയ്യുവാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ, വരും തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എനിക്കിപ്പോൾ 76 വയസ്സായി. ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുന്നത് ഒരു 9ാമത്തെ വയസ്സിലാണ്. വളരെ ചെറിയ പ്രായത്തിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാനും വീണ്ടും ജന്മം പ്രാപിക്കുവാനും എനിക്ക് ഇടയായി തീർന്നു. ഞങ്ങൾ CSI ബാക്ക്ഗ്രൗണ്ടാണ്. എൻ്റെ ഫാദർ CSIയിലെ ഒരു കൺവെൻഷൻ പ്രസംഗനും ബൈബിൾ ടീച്ചറും അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്ത ഒരു മിഷണറി ആയിരുന്നു. CSIയിലെ മിഷണറി ആയിരുന്നു. അതുകൊണ്ട് ചെറുപ്പകാലം മുതലേ എനിക്ക് ദൈവവചനമായിട്ട് അടുത്ത ബന്ധം എനിക്ക് ഉണ്ടാകാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 9 വയസ്സുള്ള സമയത്ത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിലാണ് ഞങ്ങൾ CSIയിലെ അവിടെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വെച്ച് നടന്ന ഒരു കൺവെൻഷന്റെ അവസാന ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ വളരെ ഹൃദ്യമായിട്ട് ഇടപെട്ടു. നീ എഴുന്നേറ്റ് സാക്ഷ്യം പറയണം. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ പിതാവ് അടുത്തുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് കർത്താവിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ
പെട്ടെന്ന് വലിയ സന്തോഷത്തോടെ എന്നെ ആ പള്ളിയുടെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോയി. കാരണം മൈക്കിന്റെ ശബ്ദം കൊണ്ട് പറയുന്നത് കേൾക്കാൻ പറ്റും. എന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനതെല്ലാം മറന്നുപോയി. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിന്നു. എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്ന് ധാരാളം കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായെന്ന് എനിക്കൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായി. ഞാനൊരു ദൈവത്തിന്റെ പൈതലാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായി. അതിന്റെ അടുത്ത ദിവസമാണ് അതിന്റെ ഒരു അനുഭവം ഉണ്ടാകാൻ കാരണം ഞാൻ സ്കൂളിൽ ഒരു ചുണ്ടി ഉള്ള ഒരു ചെറുക്കനായിരുന്നു. കണ്ണവാനം കുട്ടികളെ ഉപദ്രവിക്കുകയും കാരണം കൂടാതെ അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു എൻ്റെ ഉള്ളിൽ. ഞാൻ അടുത്ത ദിവസം സ്കൂളിൽ ചെന്ന് പതിവ് പോലെ എൻ്റെ കൂട്ടുകാരോട് ഇടപെടാനായിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. നിനക്കിത് പറ്റത്തില്ല, നീ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു ധാരണ എനിക്കുണ്ടായി. അതാണ് എൻ്റെ വീണ്ടും ജനന അനുഭവം എന്ന് പറയാനായിട്ട് പറ്റുന്നത്. തുടർന്നുള്ള നാളുകളിൽ മുമ്പോട്ട് കടന്നുപോയി. ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കടന്ന അവസരത്തിൽ എൻ്റെ ആ അനുഭവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്ന നിലയിലേക്ക് ഞാൻ കടന്നു പോകാനിടയായി. അതിന്റെ കാരണം ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ലൈബ്രറി ഉണ്ട്. ഞാൻ ആ ലൈബ്രറിയിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ നിരന്തരമായിട്ട് വായിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ നോവലോ അങ്ങനെയുള്ള പുസ്തകങ്ങൾ സാധാരണഗതിയിൽ വായിക്കാറില്ല. ഞാൻ ജീവചരിത്രങ്ങളും അതുപോലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പുസ്തകങ്ങളും ഒക്കെയാണ് കൂടുതൽ ഞാൻ വായിക്കാറുള്ളത്. ആ സമയത്ത് നിരീശ്വര ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് ആ ചെറിയ പ്രായത്തിൽ കടന്നു വരാനിടയായി തീർന്നു. അതിന് ഒരു കാരണം എൻ്റെ പിതാവ് ഒരു മിഷണറി ആയിട്ട് CSIയിലെ മിഷണറി ആയിട്ട് സുദീർഘ വർഷങ്ങൾ കർത്താവിന്റെ വേലയിൽ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഹൈ റേഞ്ച് പോലുള്ള പ്രദേശങ്ങളിൽ താൻ വേലയ്ക്ക് പോകുന്നു. വീട്ടിൽ നിന്ന് സാമാന്യം കുറച്ച് സാമ്പത്തികമായിരിക്കുന്ന ഒരു നിലവാരത്തിലുള്ള ഒരു ഫാമിലിയാണ് എൻ്റെ കുടുംബം. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു വലിയ സമ്പന്നനായിരിക്കുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ ഫാദറും എൻ്റെ ഫാദറിന്റെ ജ്യേഷ്ഠൻ 2 പേരേ ഉള്ളൂ. ഞങ്ങൾക്കൊരു 10 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്നു. അത് വലിയ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ധനാഢ്യ കുടുംബം തന്നെയായിരുന്നു ഞങ്ങളുടെ കുടുംബം. പക്ഷേ എൻ്റെ ഫാദർ 18ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. എൻ്റെ ഗ്രാൻഡ് ഫാദർ രോഗിയായി തീർന്നു. അതോടുകൂടി കുടുംബ പശ്ചാത്തലം മുഴുവൻ തകരാനിടയായി. സാമ്പത്തികമായിട്ടുള്ള എല്ലാം അവസാനിച്ചു. ഞാൻ ഓർക്കുന്നു 60 തുലാം പാക്ക് അതുപോലെ 2 വലിയ വീട്ടില് വലിയ പെട്ടിയുണ്ട്. ആ പെട്ടിക്കകത്ത് നിറച്ച് കുരുമുളക് അതുപോലെയുള്ള സാധനങ്ങൾ, വലിയ ഒരു സാമ്പത്തിക നിലവാരം ഉണ്ടായിരുന്നു. അതെല്ലാം പോയിട്ട് അവസാനം വെറും ശൂന്യനായി തീർന്നു. ഒന്നും പറമ്പിൽ നിന്ന് ഇല്ലാതെ, സാമ്പത്തികമായിട്ട് ഇല്ലാതെയായി. മാത്രമല്ല വീട്ടിൽ പട്ടിണിയായി തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാനൊരു അന്ധകാരത്തിലേക്ക് നീങ്ങുന്ന ദിവസങ്ങളായിരുന്നു ആ ദിനങ്ങളൊക്കെ. അതോടുകൂടി എൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. ഞാനൊരു വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു മനുഷ്യനെ പോലെയായി. വീട്ടിലുള്ള എല്ലാവരോടും എനിക്ക് സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാത്ത ഒരു അന്തരീക്ഷം വന്നു. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ LCT ബോർഡിൽ ജോലിയാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ഞാൻ പതുക്കെ താമസം മാറ്റി. ഞാൻ കുറച്ച് മദ്യപിക്കാൻ തുടങ്ങി. രഹസ്യമായിട്ടാണേലും മദ്യപിക്കാൻ തുടങ്ങി, പുകവലിക്കാൻ തുടങ്ങി, സിനിമ അഡിക്റ്റായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ജീവിതം ആകെ താറുമാറായി. എനിക്ക് സ്വസ്ഥതയില്ലാതെ ഞാൻ ശരിക്കും ഒരു 18 വയസ്സുള്ള സമയത്ത് ഞാൻ വീട് വിട്ട് അലഞ്ഞു നടന്നു. 2.5 വർഷക്കാലം ഞാൻ ഹൈ റേഞ്ചിലൊക്കെ വനങ്ങളിലുമൊക്കെ കയറി മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഇങ്ങനെ ഓടി നടന്നു. യാതൊരു സ്വസ്ഥതയില്ലാതെ, ശരിക്കും പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാരനെ പോലെ ഞാൻ നടന്ന ദിവസങ്ങളുണ്ട്. ഭക്ഷണമില്ലാതെ ഞാൻ ചില ഭവനങ്ങളിൽ ചെന്ന് ഭക്ഷണം ചോദിച്ച അവസരം വരെ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇതൊന്നും വീട്ടുകാരറിയുന്നില്ല, ഞാൻ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ ഇരുണ്ട ചില ദിനങ്ങൾ ഏതാണ്ട് 2.5 വർഷത്തോളം ഞാൻ അങ്ങനെ ആയിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് സ്വസ്ഥതയില്ല എങ്കിൽ തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ വീട്ടുകാരെന്നെ പൂർണ്ണ സന്തോഷത്തോടെ അല്ലെങ്കിലും അവർ സ്വീകരിച്ചു. ഞാൻ ആരുമല്ലാത്തവനായിട്ട് ഇങ്ങനെ മുമ്പോട്ട് കടന്നു പോവുകയാണ്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പതുക്കെ പ്രവേശിച്ചു. ഇടതുപക്ഷ ചിന്താഗതിയുള്ള മറ്റ് സ്നേഹിതന്മാരുമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ
ഏർപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു സമാധാനമോ സന്തോഷമോ ഇല്ല. തികച്ചും ഇരുളടഞ്ഞ ദിവസങ്ങളായിട്ട് സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് വലിയ അർത്ഥമില്ല, എനിക്ക് ജീവിതത്തിൽ വലിയ ഭാവിയില്ല. മാത്രമല്ല ഞാൻ മരിച്ചാലോ ജീവിച്ചാലോ മറ്റാർക്കും ഒരു പ്രയാസം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നരകതുല്യമായ ജീവിതം നയിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എൻ്റെ ആഴത്തിൽ, എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഇങ്ങനെ വേരോടി തുടങ്ങിയിരുന്നു. ഒരു ദിവസം ഞാൻ ഒരു തീരുമാനമെടുത്തു, എൻ്റെ ജീവിതം അവസാനിപ്പിക്കാം. കാരണം ഞാൻ ജീവിച്ചിട്ട് എനിക്കും ഇല്ല ഭാവിയൊന്നും കാണുന്നില്ല. വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയാണ്. എൻ്റെ പിതാവ് ഇങ്ങനെ മിഷണറി ആയിട്ട് നടക്കുന്നു. വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ വരുള്ളൂ. വീട്ടിൽ വന്നാൽ തന്നെയും പോയ സ്ഥലങ്ങളിൽ തനിക്ക് ധാരാളം കടമുണ്ടായിരിക്കും. അതെല്ലാം വീട്ടിൽ വന്ന് വീട്ടിലുള്ള ഉപകരണങ്ങളോ തടിയോ ഒക്കെ വിറ്റ് കടം വീട്ടുന്നതായിട്ടുള്ള അങ്ങനെ ആകെ സ്വസ്ഥതയില്ലാത്ത ഒരു നിലവാരത്തിലേക്ക് തികച്ചും ഞാൻ കർത്താവിനെ തള്ളിക്കളഞ്ഞു. കാരണം എൻ്റെ പിതാവ് ശരിയായിട്ടുള്ള സുവിശേഷകനല്ല, സുവിശേഷം ശരിയല്ല എന്നുള്ളൊരു ചിന്താഗതി. ഞാൻ മരിക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തു. പക്ഷെ എൻ്റെ തീരുമാനത്തിന് എപ്പോഴും ഞാൻ തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ള ഒരു വലിയ നിർബന്ധ ബുദ്ധി എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ഒരു ഡേറ്റ് തീരുമാനിച്ചു. ഒരു ദിവസം രാത്രി 1 മണിക്ക് ഞാൻ മരിക്കും. അതിന് ഞാൻ കണ്ടെത്തിയ കാര്യം, വീട്ടിൽ റബ്ബർ വെട്ടുന്നുണ്ട്. റബ്ബർ വെട്ടിന് ഉറയ്ക്കാൻ വേണ്ടി വെക്കുന്ന റബ്ബർ ആസിഡ്, ഫോർമിക് ആസിഡ്, അത് വെള്ളം ചേർത്തിട്ടാണ് റബ്ബർ ഉറയ്ക്കാനായിട്ട് വെക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്യൂർ ആയിട്ടുള്ള ആസിഡ് കുടിച്ച് മരിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു. പക്ഷെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ സാധു സുന്ദർ സിംഗിന്റെ ജീവചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ താനും ഇങ്ങനെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് യേശുക്രിസ്തുവിന് വിരോധമായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു രാത്രിയിൽ പെട്ടെന്ന് പുള്ളിയുടെ മുറിയില് യേശു പ്രത്യക്ഷനായി. ഞാൻ യേശുവാണെന്ന് പറയുന്ന, അങ്ങനെയാണ് തൻ്റെ ജീവചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. വളരെ പണ്ട് വായിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ പറഞ്ഞു, എന്നെ അങ്ങനെ ഒരു ദൈവമുണ്ട്, യേശു ജീവിക്കുന്ന ദൈവമാണ്, യേശു ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, ബൈബിൾ ഒക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ യേശു ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള ഈ താഴ്ചയും വീഴ്ചയും ബലഹീനതകൾക്കും ദൈവം അറിയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കാതിരിക്കേണ്ട ചുമതല ദൈവത്തിനാണ്. അതുകൊണ്ട് ദൈവമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നത്, ഇത് യാഥാർത്ഥ്യമല്ലാത്തത് കൊണ്ട്. അങ്ങനെ ഇത് യാഥാർത്ഥ്യമാണ്, യേശു ജീവിക്കുന്നുവെങ്കിൽ ഈ സാധു സുന്ദർ സിംഗിന് വെളിപ്പെട്ടതുപോലെ എനിക്കും വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുന്നില്ലെങ്കിൽ ഞാൻ അന്ന് രാത്രി, ഒരു ദിവസം പറഞ്ഞിട്ട് ആ രാത്രി 1 മണിക്ക് മരിക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ പോയി. ആ ദിവസം ഞാൻ സെക്കൻഡ് ഷോ സിനിമയൊക്കെ കഴിഞ്ഞ് എൻ്റെ ജ്യേഷ്ഠന്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്. ഭവനത്തിൽ എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ വരാന്തയിൽ ഒരു കട്ടിലുണ്ട്, അതേ വന്ന് കിടക്കും. എപ്പോഴാ വരുന്നു പോകുന്നു ആർക്കും അറിയത്തില്ല. അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അന്ന് രാത്രിയിൽ ഞാൻ മരിക്കാൻ തീരുമാനമെടുത്ത രാത്രി 12 മണി വരെ ഞാൻ കാത്തിരുന്നു. ഒരു വെളിച്ചമോ ഒരു ശബ്ദമോ ഒന്നും ഉണ്ടായില്ല. ഞാൻ മനസ്സിലാക്കി അതൊന്നും നടക്കാൻ പോകുന്നില്ല, മരണം തന്നെയാണ് എന്നുള്ള നിലവാരത്തിൽ ഞാൻ രാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് മരിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഞാൻ ചെയ്തു. പെട്ടെന്ന് എൻ്റെ ചിന്തകൾ മരണാനന്തരം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഭാവന എൻ്റെ ഹൃദയത്തിൽ വരാതെ, പോലീസുകാർ വരുന്നു, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, അങ്ങനെ ആൾക്കാർ വരുന്നു, എല്ലാവരും അങ്ങനെ ആ ഒരു സന്ദർഭത്തെ കുറിച്ച് ഞാൻ ഭാവന കാണുകയാണ്. ഇതെന്റെ കണ്ണിന് മുമ്പിൽ കൂടെ ഒരു നാടകം പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ ശരീരമൊക്കെ വിയർക്കുന്നുണ്ട്. വലിയ മഴ പുറത്ത് പെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വിയർക്കുകയാണ്. ഞാൻ അങ്ങനെ കുറെ മണിക്കൂറുകൾ, ദൈവത്തെക്കുള്ള പ്രതീക്ഷ നശിച്ചു. ഞാൻ മരിക്കാനുള്ള തീരുമാനമാണ്. ഞാൻ വിചാരിച്ചു, എന്നെ വീട്ടിലാർക്കും ഇഷ്ടമല്ല, ഞാനൊരു വീട്ടിലെല്ലാവർക്കും ഒരു തലവേദനയാണ്, അമ്മച്ചി കരയുമായിരിക്കും. എത്ര നേരം കരയും? 1 ദിവസം, 2 ദിവസം, 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് മറന്നുപോയും. അപ്പോൾ ഒരു കുഴപ്പവുമില്ല, ഞാൻ മരിക്കാനായിട്ട് തീരുമാനമെടുത്തു. പക്ഷേ രാത്രി 12 മണി കഴിഞ്ഞ് 12:30 സമയമായപ്പോൾ, ഞാൻ അർദ്ധരാത്രിയാണ്, ആരും അറിയുന്നില്ല. എൻ്റെ ജ്യേഷ്ഠന്റെ വരാന്തയിലാണ് ഇരിക്കുന്നത്, ഇരുട്ടാണ്. പെട്ടെന്ന് എൻ്റെ പിറകിൽ ഒരു ശാന്തമായ ശബ്ദം. ആ ശബ്ദം വളരെ വ്യക്തമായിരുന്നു. എന്നോട് ഒരാള് അടുത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, നീ കൂട്ടായ്മ മന്ദിരത്തിൽ ചെല്ലുക എന്ന്. പെട്ടെന്ന് ഞാൻ ചിരിച്ചു. ഇങ്ങനെയാണോ ദൈവപ്രത്യക്ഷനാകും?
എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ആ തിരിച്ചു ചോദിച്ച സമയത്ത് എനിക്കൊരു കാര്യം ബോധ്യമായി. ഞാൻ കേട്ട ശബ്ദം എൻ്റെ കർണപുടങ്ങളിലല്ല, ബാഹ്യ കർണത്തിലല്ല. ശബ്ദം ഞാൻ കേട്ടത് ശരിയായ ശബ്ദം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അതിന്റെ ബാഹ്യ കർണപുടത്തിലല്ല. കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ഒച്ചത്തിലാ പറഞ്ഞത്. ഇങ്ങനെയാണോ ദൈവം പ്രത്യക്ഷനാകുന്നത്? പെട്ടെന്ന് ആരോ എൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കുറെ ഇങ്ങനെ വായിച്ചിട്ടുള്ളത് കൊണ്ട് സെൽഫ് ആയിട്ട് ഞാൻ ഡിപ്രഷനായി തീരുന്നതാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഞാൻ കേട്ടത്. മരിക്കാതിരിക്കാനായിട്ടുള്ള സംവിധാനം ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. വന്നപ്പോൾ പെട്ടെന്ന് പിന്നെയും ആ ശബ്ദം എന്നോട് ഞാൻ പറഞ്ഞത് അനുസരിക്കുക എന്നൊരു ആജ്ഞയാണെങ്കിൽ പോലും അതൊരു അപേക്ഷ പോലെ എന്നോട് സംസാരിച്ചു. പെട്ടെന്ന് ഞാൻ നടുങ്ങി. എൻ്റെ അടുത്ത് എന്നെ അറിയുന്ന ഒരാളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ പെട്ടെന്ന് തകർന്നു. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ കണ്ണുനീരോടെ കരയാൻ തുടങ്ങി. ആ കരഞ്ഞ അവസരത്തിൽ, ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ബലഹീനതകളും ഇങ്ങനെ ഒരു സ്ക്രീനിൽ എന്ന പോലെ കാണാൻ തുടങ്ങി. ഞാൻ ഓരോന്നും കർത്താവിനോട് ഏറ്റു പറഞ്ഞു. ഞാൻ പാപിയാണ്, പാപിയാണ്, പാപിയാണെന്ന് നിരന്തരമായി പറഞ്ഞു. ഏതാണ്ട് നേരം പ്രഭാതം വരെയും ഞാൻ ആ കട്ടിലിന്റെ സൈഡിൽ എങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. നേരം വെളുത്തപ്പോൾ ഞാൻ ഒരു പുതിയ മനുഷ്യനായി, ഒരു കൊച്ചു കുഞ്ഞിന്റെ ഹൃദയം പോലെ. ഞാൻ വെറും ശൂന്യനായ ഒന്നുമില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാനായി. മാത്രമല്ല, എനിക്കുണ്ടായ അനുഭവം, എൻ്റെ കർത്താവിൻ്റെ സമീപം എന്നെ പൂർണ്ണമായിട്ടെല്ലാം അറിയും. എല്ലാ മൂമെന്റ്സുകളും ഈ കർത്താവ് അറിയുന്നു, എന്നെ നയിക്കുന്നു. ഇതെനിക്ക് മനസ്സിലായി. ഞാൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അപ്പച്ച അപ്പച്ച എന്ന് വിളിച്ചുകൊണ്ട് ദിവസങ്ങൾ നടക്കുവാൻ തുടങ്ങി. പിറ്റേ ദിവസം വലിയ മഴയായിരുന്നു. ഈ കൂട്ടായ്മ മന്ദിരം എന്ന് എന്നോട് സംസാരിച്ചത് CSIയിലെ ഒരു ധ്യാന ഗുരു ചില കുറച്ച് ദൂരെ മേലുകാവ് എന്ന് പറഞ്ഞ വാളകം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിക്കുന്നതായിട്ട് എനിക്കറിയാം. കാരണം എൻ്റെ പിതാവ് അവിടെ ഈ കൂട്ടായ്മ മന്ദിരത്തിൽ കൂട്ടായ്മയ്ക്ക് പോയതാണ്, യോഗത്തിന് പോയതാണെന്ന് പലപ്പോഴും പറയാറ്. എനിക്ക് ആ സ്ഥലം പോയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ കേൾവിയുണ്ട്. എൻ്റെ പിതാവ് അവിടെ കൂട്ടായ്മ മന്ദിരത്തിൽ പോയതാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കൂട്ടായ്മ മന്ദിരം. ഞാൻ അടുത്ത ദിവസം തന്നെ രാവിലെ തന്നെ ഞാൻ ഇറങ്ങി. ഞാൻ കാൽനടയായിട്ടാണ് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്ത് ഞാൻ ആ സ്ഥലത്തെത്തി. വൈകുന്നേരം ഒരു 5 മണിയായ സമയത്താണ് ഞാൻ ഒരു ദിവസത്തെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ ആ മഴയത്ത് ഞാൻ യാത്ര ചെയ്യുന്നത് ഒരു പിതാവിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞ് നടക്കുന്നത് പോലെ ഞാൻ യേശുവുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് കടന്നുപോയത്. അവിടെ ചെന്നപ്പോൾ ഒരു നിർജ്ജനമായിരിക്കുന്ന ഒരു സ്ഥലത്ത് പാടത്തിന്റെ നടുക്ക് ഒരു കൊച്ചു 10-40 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹോളാണ്, ഒരു ചെറിയൊരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഞാൻ ചെന്നപ്പോൾ അതിന്റെ ചുറ്റുപാടൊന്നും ആൾതാമസമുള്ളതായിട്ടോ ആൾപെരുമാറ്റം ഇല്ലാത്തതുപോലെ തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ആരെങ്കിലും എന്നെ അന്വേഷിച്ച് ഇവിടെ വരുമായിരിക്കാം എന്ന് വിചാരിച്ച് അതിന്റെ വരാന്തയിൽ കയറി ഞാൻ കുറച്ച് സമയം നിന്നു. കാത്തു നിന്നപ്പോൾ ആരും വരുന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിന്റെ ഒരു ഫ്രണ്ടിലെ വാതില് പൂട്ടാതെയാണ് ഇട്ടിരിക്കുന്നത്. അകത്ത് നിന്ന് അടച്ചതുപോലെയാണ്, പുറത്തുനിന്ന് പൂട്ടിയിട്ടില്ല, ചാരിയിട്ടിരിക്കുന്നു. ഞാൻ പതുക്കെ ചെന്ന് കതകിന് മുട്ടിയ സമയത്ത് തന്നെ, രണ്ടാമത് മുട്ടുന്നതിന് മുമ്പ് തന്നെ കതക് തുറന്നു. കാരണം ആ മഴയുള്ള സമയത്ത് അവിടെ ഒരു ദേവദാസിനെ അകത്ത് ഈ കതകിന്റെ വിടവിൽ കൂടെ വരുന്ന ചെറിയ വെളിച്ചത്തിലിരുന്ന് വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം പെട്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കി ആരാണ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ദാനിയേൽ ഉപദേശിയുടെ മോനാണ്. വന്നാട്ടെ വളരെ ശാന്തമായിട്ട് എന്നോട് പറഞ്ഞു, ഒരു പായിട്ട് ഇരിക്കാൻ പറഞ്ഞു. എന്താ വന്നേ? അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ രൂപവും ഒക്കെ ഒരു ദൈവദൂതനെ പോലെ എനിക്ക് തോന്നി. അദ്ദേഹത്തോട് ഞാൻ കള്ളമല്ല, ഞാൻ പറഞ്ഞു ഞാൻ 2-3 ദിവസം ഉപവസിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് മാത്രം പറഞ്ഞു. മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അയ്യോ ഉപവസിക്കണ്ട, ഉപവാസം എന്താണെന്നറിയാതെ എന്തിനാണ് ഉപവസിക്കുന്നത്? മോൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞു എന്നോട്, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 23 വർഷമായി ബൈബിൾ വായിക്കുന്നു. ആ മുറിക്കകത്ത് അദ്ദേഹത്തിന്റെ 1-2 ഡ്രസ്സുകളും ബൈബിളും
ഡിക്ഷണറിയും പാട്ടുപുസ്തകവും അല്ലാതെ ആ മുറിക്കകത്ത് വേറൊന്നുമില്ല. അദ്ദേഹം സന്യാസിയായിട്ടിരിക്കുകയാണ്, സീസയാണ്. പക്ഷെ ഒരു സന്യാസിയായിട്ട് 23 വർഷമായിട്ട് അദ്ദേഹം ബൈബിൾ വായിക്കുന്നു, വേറൊന്നും ചെയ്യുന്നില്ല. രാവിലെ പ്രഭാതം ആയി തുടങ്ങുമ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കും, 5 മണി മുതൽ പ്രാർത്ഥിക്കും, 6 മണിയാകുമ്പോൾ വേദപുസ്തകം തുറക്കും, 9 മണി 10 മണി വരെ അങ്ങനെ വചനം വായിക്കും. അതിനുശേഷം ഏതെങ്കിലും ഒരു ഭവനത്തിൽ പോയി, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാനെല്ലാം ക്യൂ ആണ്, അദ്ദേഹം ഒരു ഭവനത്തിൽ പോയി ഭക്ഷണം കഴിക്കും. കുളിയും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെയും വന്ന് മുറിയിലിരിക്കും. 2 മണി വരെ പിന്നെ വചനം വായിക്കും. 2 മണിക്ക് പോയി വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കും. അതിനുശേഷം പിന്നെ രാത്രി 10 മണി വരെ വേദപുസ്തകം വായിക്കും. വായിക്കുക, പ്രാർത്ഥിക്കുക, ഇതല്ലാതെ അദ്ദേഹം വേറൊന്നും ചെയ്യും. 23 വർഷമായി ഇത് തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതാണ് സത്യം, വേദപുസ്തകമാണ് ഈ പ്രപഞ്ചത്തിലെ സത്യം, ഇത് ദൈവമാണ്, ദൈവവചനമാണ്, ദൈവത്തിന്റെ മസ്തിഷ്കമാണ്, ദൈവത്തിന്റെ ചിന്തകളാണ്. അതുകൊണ്ട് ഈ ദൈവവചനം വായിക്കണം. എന്നോട് അത് മാത്രമേ, എന്നോട് എസ്തേറിന്റെ പുസ്തകം എടുത്ത് വായിക്കാനായിട്ട് തന്നു ആ ദിവസങ്ങളിൽ. ഇത് വായിക്കാൻ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അത് പറയാൻ കാരണം അതൊരു കഥയാണ്. ആ കഥ വായിക്കുമ്പോൾ വേദപുസ്തകവുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടാകും, ഒരു വായനയ്ക്കൊരു സന്തോഷം തോന്നും, അതിനുവേണ്ടി അത് തന്നെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഞാൻ കടന്നുപോയി. എന്നോട് അദ്ദേഹം പറഞ്ഞു, വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കാം, നിരന്തരമായിട്ട് വേദപുസ്തകം വായിക്കും, വേറെ ഒന്നും ചെയ്യണം, ദൈവം നിന്നെ നടത്തിക്കോളും. ദൈവം വഴികളിലൂടെ, മുഖാന്തരങ്ങളിലൂടെയാണ് നടത്തുന്നത്. നിന്റെ സ്വന്തം പദ്ധതികൾ ഒന്നും ചെയ്യണം, നീ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, ദൈവം നിന്നോട് സംസാരിക്കും. ഞാൻ വീട്ടിൽ പോയി വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. എനിക്ക് പഴയതുപോലെ ഒന്നും മനസ്സിലാകുന്നില്ല, വായിക്കുന്നുണ്ട് പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ ഒരു രാത്രിയിൽ പിന്നെയും എൻ്റെ ഹൃദയത്തിൽ നിരാശയും വേദനയും തോന്നി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്കൊന്നും അദ്ദേഹം പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു, ഇതാണ് ദൈവം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും മനസ്സിലാക്കും, ഒരു പേപ്പർ വായിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു ജീവനൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് രാത്രി ഒരു 11 മണിക്കാണ് ഞാനിത് കർത്താവിനോട് പറയുന്നു. ആ സമയത്ത് എന്നോട് ആദ്യം സംസാരിച്ച അതേ ശബ്ദം എന്നോട് പിന്നെയും സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത് റോമാലേഖനം 8-ാം അധ്യായം വായിക്കുക എന്ന്. ഞാൻ പെട്ടെന്ന്, അന്ന് മണ്ണെണ്ണ വിളക്കാ ഞങ്ങൾക്ക്, അന്ന് കറണ്ടൊന്നും ഇല്ല അവിടെ, മണ്ണെണ്ണ വിളക്ക് എടുത്ത് വിളക്ക് കത്തിച്ചു. ഞാൻ റോമാലേഖനം 8-ാം അധ്യായം എടുത്ത് വായിച്ചു. അതിന്റെ 1-ഉം 2-ഉം വാക്യം മാത്രമേ ഞാൻ വായിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇത്രയും മാത്രമേ ഞാൻ വായിച്ചു. ആ വചനത്തിൽ നിന്ന് എൻ്റെ അന്തരാത്മാവിലേക്ക് ഒരു ശക്തിയേറിയ ടോർച്ച് അടിക്കുന്ന പോലെ ഒരു വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് പ്രകാശിക്കണം. ആ ഒറ്റ വചനം പിന്നെയും പിന്നെയും അതിൻ്റെ ആഴങ്ങളിലേക്ക് എൻ്റെ ഹൃദയം പോകാൻ തുടങ്ങി. അത് എനിക്കൊരു വെളിച്ചമായി തീരുകയാണ്. വേറെ ഒന്നും വായിക്കുന്നില്ല, തുടർന്ന് മുമ്പോട്ട് വായിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ ദൈവം നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ, തുടർന്ന് ഞാൻ 1.5 വർഷക്കാലം വീട്ടിൽ യാതൊന്നും ചെയ്യുന്നില്ല, വേറെ പുറത്തെങ്ങും പോകുന്നില്ല. ഞാനൊരു പ്രാന്തനെ പോലെ ബൈബിൾ വായിക്കാൻ. കുറച്ച് ദിവസങ്ങൾ ഞാൻ നിരീശ്വരവാദിയും ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് തല്ലിപ്പൊളിയായിട്ട് നടന്ന പെട്ടെന്ന് ഇങ്ങനെ മാനസാന്തരപ്പെട്ട് ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പം വീട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. പക്ഷേ ചില ദിവസങ്ങളെ അത് നീണ്ടു നിന്നുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് പ്രാന്താണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം വേദപുസ്തകം രാവും പകലും വായിക്കുക, എപ്പോഴും എൻ്റെ കയ്യിൽ വേദപുസ്തകമുണ്ട്. അവസാനം അവർക്ക് പ്രയാസം തോന്നിയ സമയത്ത് ഞാൻ ബൈബിൾ എടുത്ത് എൻ്റെ കക്ഷത്തിൽ വെച്ചൊരു തോർത്തെടുത്ത് മൂടിയിട്ട് ഞാൻ എവിടെയെങ്കിലും പോകും. അടുത്ത് ഞങ്ങള് വനമേഖല പോലുള്ള പ്രദേശമാണ്. അടുത്തൊരു വലിയ പുഴയുണ്ട്. ആ പുഴത്തീരത്ത് എവിടെയെങ്കിലും കാട്ടിനകത്ത് പോയിരുന്ന് രായും പകലും മുഴുവൻ ഇരുന്ന് വായിക്കും, സന്ധ്യ വരെ വായിക്കും. അതിനുശേഷം വീട്ടിൽ വരും. ഇങ്ങനെ ഒരു പ്രാന്തനെ പോലെ 1.5 വർഷക്കാലം ഞാൻ ആയിരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ ഇങ്ങനെ വരാൻ തോന്നും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കും, പിന്നെയും ഇങ്ങനെ വായിച്ച് ഏതെങ്കിലും ഭാഗങ്ങള് കൂടുതൽ ദൈവാത്മാവ് ഇടപെടുമ്പോൾ അവിടെ ദിവസങ്ങളോളം അവിടെ ഇരിക്കും. ഇങ്ങനെയുള്ള ദിവസങ്ങൾ കഴിഞ്ഞുപോയി. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു നോർമലായി തീർന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു, സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു, ചർച്ച എന്താണെന്ന് മനസ്സിലാക്കി. എബ്രായ ലേഖനം വായിച്ചപ്പോൾ പഴയ നിയമം എന്താണ്, പഴയ നിയമത്തിലെ ദേവാലയം എന്താണ്, പുരോഹിതൻ എന്താണ്, ശുശ്രൂഷകൾ എന്താണ്, പുതിയ നിയമം എന്താണ്,
എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചൊരു റെവലേഷൻ എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ CSIയും കത്തോലിക്ക അല്ലാതെ വേറൊരു വിഭാഗത്തെ കുറിച്ച് എനിക്ക് അറിവില്ല. പെന്തക്കോസ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ആരെയും ഞാൻ കണ്ടിട്ടില്ല, ഒരു പെന്തക്കോസുകാരൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ പ്രദേശം ഒരു CSI ബെൽറ്റാണ്. അപ്പോ എനിക്ക് ഒരു കാര്യം തോന്നി, ഇങ്ങനെ ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ, ഇത് ഞാൻ അറിഞ്ഞ സത്യം പറയണ്ടേ, ഈ ജനത്തോട് ഇത് പറയണ്ടേ. ഈ പള്ളിയല്ല കാര്യം, പുരോഹിതനല്ല കാര്യം, ആരാധനക്രമം ഇതൊന്നും അല്ല, ഇത് പഴയ നിയമമാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇത് വിളിച്ചു പറയണ്ടേ. സത്യം വേറെയാണ്. യേശു ജീവിക്കുന്നുണ്ട്, ജീവനുള്ള കർത്താവിനെ ആരാധിക്കുന്ന ഇതൊന്നും അല്ല, ജീവനുള്ള കല്ലുകൾ കൊണ്ടാണ് ദേവാലയം, നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം, ഇതൊക്കെ പറയണ്ടേ. ഇത് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ആവേശകരമായിരിക്കുന്ന ചിന്തയായി. ഞാൻ ഒരിക്കൽ അപ്പോൾ ഞാൻ ചർച്ചിൽ പോകാത്തത് കൊണ്ട് എല്ലാവർക്കും അറിയാം, ഞാൻ എന്തോ ഒരു പ്രശ്നക്കാരനാണെന്ന് മാത്രം അറിയാം, മാനസാന്തരപ്പെട്ടെന്ന് മാത്രം അറിയാം. അതുകൊണ്ട് അച്ഛനും ബാക്കിയുള്ളവർക്കൊക്കെ എന്നോട് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഒരു ഞായറാഴ്ച രാവിലെ വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് ഞാൻ നേരെ പള്ളിയിലേക്ക് പോയി. എൻ്റെ ഒരു കസിൻ, എൻ്റെ ഫാദറിന്റെ കസിനാണ് അന്ന് ചർച്ചിലെ അസിസ്റ്റന്റ് ആയിട്ട്, അച്ഛനില്ലാത്ത സമയത്ത് ആരാധനയൊക്കെ നടത്തുന്ന ഇടവക ഉപദേശി എന്ന് പറയും, അദ്ദേഹമാണ് നടത്തുന്നത്. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. എന്നോട് പറഞ്ഞു, കുഞ്ഞുമോൻ, എൻ്റെ പെറ്റ്നെയും കുഞ്ഞുമോൻ ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കണമെന്ന്. ഞാൻ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം പള്ളിയിൽ ചെല്ലുവാണ്. പക്ഷേ പള്ളിയിൽ അന്ന് തന്നെ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് എനിക്ക് അദ്ദേഹം അവസരം ഒരുക്കി തന്നു. അരമണിക്കൂറേ ഉള്ളൂ, 15 മിനിറ്റ് 20 മിനിറ്റേ ഉള്ളെങ്കിലും ഞാൻ ശക്തമായിട്ട് അന്ന് എനിക്ക് തന്ന ദൂത് ഞാൻ പറഞ്ഞു. അതൊരു തുടക്കമായി. അന്ന് തന്നെ രാത്രിയിൽ ഒരു ഭവനക്കൂട്ടായ്മ, 10-50 പേർ ഉള്ള ഒരു ചർച്ചിലെ ഒരു മെമ്പറിന്റെ വീട്ടിലൊരു കൂട്ടായ്മയുണ്ട്, എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇന്ന് അവിടെ ചെന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പിന്നീട് ഞങ്ങൾ 10-300 കുടുംബങ്ങളുള്ളൊരു ഇടവകയാണ്. എല്ലാ ദിവസവും വീട്ടുപ്രാർത്ഥനകളുണ്ട്. ഞാൻ നിരന്തരമായി പ്രാർത്ഥനാ യോഗങ്ങളിൽ പോകാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ പ്രസംഗിക്കുന്നത് വചനം മാത്രമേ പറയത്തുള്ളൂ, ശക്തമായിട്ട് വചനം പറയും. അങ്ങനെ ഞാനൊരു മാനസാന്തരക്കാരനാണെന്നും മാനസാന്തരപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു പെട്ടെന്ന് കേൾവി എല്ലായിടത്തും ഉണ്ടായി. എന്നെക്കുറിച്ചുള്ളൊരു ധാരണ എല്ലായിടത്തും ഉണ്ടായി. ഞാൻ പെട്ടെന്ന് ഉപദേശിയായി. ഞാൻ ഉപദേശിയായിട്ട് ജീവിക്കുകയാണ്, പിന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള ഈ ചിന്തകൾ എല്ലാവരെയും അറിയിക്കണം, വലിയൊരു ആവേശം, ആത്മാക്കളെ കുറിച്ച് വലിയ ഭാരമാണ്. ഞാൻ കാണുന്നത് ഈ പള്ളിയിൽ വരുന്ന ആളുകൾ, ഒരു ദർശനം ഞാൻ കണ്ടത്, പള്ളിയില് വിശന്ന് ദാഹിച്ച് ആളുകൾ രാവിലെ 11 മണിക്കാണ് അവിടെ ആരാധന. 4 ഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വന്നിട്ട് ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും ഇരിക്കുന്നു. 1 മണിക്കൂർ നേരം പള്ളിക്കകത്ത് ഇരുന്നിട്ട് ഭക്ഷണമൊന്നും കിട്ടാതെ അവർ നിരാശരായിട്ട് പിന്നെയും ഭവനത്തിലെ, അവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരൊന്നും കഴിച്ചിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല. ഇത് ഞാൻ കാണുകയാണ്. അപ്പോ ഈ ജനം അന്ധരാണ്. ഈ അന്ധരായിരിക്കുന്ന ജനത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള വലിയ ആത്മഭാരം എൻ്റെ ഉള്ളിലുണ്ട്. നിരന്തരമായി ആത്മഭാരം എന്നെ നയിച്ചു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. കൂട്ടായ്മകളിലൊക്കെ പോകുന്നുണ്ട്, ശക്തമായിട്ട് വചനം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു ഉപദേശിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ളതല്ലാതെ ഒരു സന്തോഷമൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ ആളുകളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകും. അത് എന്നെ വളരെ ഭാരപ്പെടുത്തി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ഞങ്ങളെ ചർച്ചിലെ 400 കുട്ടികളുള്ള സൺഡേ സ്കൂളാണ്. ഈ സൺഡേ സ്കൂള് പഠിപ്പിക്കുവാനായിട്ട് എന്നെ അവർ വിളിച്ചു. 40 അധ്യാപകരുണ്ട്. ഞാൻ ചെന്ന അന്ന് തന്നെ സൺഡേ സ്കൂള് എൻ്റെ സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞ ഒരു ഹെഡ് മാസ്റ്ററുടെ ചുമതല പോലെയാണ്. ഒരു ഡേ സ്കൂൾ നടത്തുന്ന പോലെ അത്രയും ഭാരമുണ്ട് ഇതിനകത്ത്. 400 കുട്ടികളുടെ അറ്റൻഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ അതിനകത്ത് വ്യാപൃതനായി വളരെ തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഒരു ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തിയ സമയത്ത് ഞാനാണ് എൻ്റെ എല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ ബിഷപ്പ് തന്നെയായിരുന്നു പ്രധാന അതിഥിയായിട്ട് വന്നത്. അദ്ദേഹം എൻ്റെ ഈ ഓട്ടവും പാച്ചിലും എൻ്റെ ആത്മാർത്ഥതയും എല്ലാം കണ്ടിട്ട് എന്നെ പതുക്കെ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞ്, ഐസക്കെ, നീ ഇതിന്റെ പുറകെ നടക്കേണ്ട ആളല്ല, നീ സഭാ ശുശ്രൂഷകനാകും എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് തന്നെ എനിക്കൊരു ഓർഡർ തന്നു, ചർച്ചിലേക്ക് ഓർഡർ തന്നു. അങ്ങനെ ഞാൻ CSIയിലെ ഒരു ചർച്ചിന്റെ ചുമതലയിലേക്ക് പോയി. അങ്ങനെ ആ ചുമതല വഹിച്ചുകൊണ്ടിരുന്നു. അവിടെ ചെന്നും അവിടെ വലിയ മാനസാന്തരമൊക്കെ ഉണ്ടായി. എല്ലാവരും മാനസാന്തരത്തിലേക്ക് വന്ന് അനേകര് രക്ഷിക്കപ്പെട്ടു. ആ രക്ഷിക്കപ്പെട്ട അനേകര് പിന്നീട് വിശ്വാസത്തിൽ വന്നു. ദൈവസഭയിലെ പാസ്റ്റർമാർ, പെന്തക്കോസ്തിലെ
സെൻട്രൽ പാസ്റ്റർമാർ ആയിത്തീർന്നവരുണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനെ ചില നാളുകൾ അവിടെ ആയിരിക്കുവാൻ ഇടയായി തീർന്നു. ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ ഇടയായി. ഒന്ന്, എൻ്റെ വിവാഹം നടക്കുവാനിടയായി. ഞാൻ CSIയിൽ ഈ നിലവാരത്തിൽ ഇരിക്കുമ്പോഴാണ് യാക്കോബയിലൊരു പെൺകുട്ടിയെ വിവാഹത്തിന് വേണ്ടി എനിക്ക് ആലോചന വന്നു. ഒത്തിരി ആലോചന വന്നെങ്കിലും ഞാനൊരു തീരുമാനമെടുത്ത് സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ളവരെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ ഒരു യാക്കോബയിലെ ഒരു പെൺകുട്ടിയെ പോയി കണ്ടു. ഞാൻ ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചു, സുവിശേഷ വേലയ്ക്ക് താല്പര്യമുണ്ടോ? അവൾക്ക് സുവിശേഷ വേലയെ അറിയത്തില്ല, സുവിശേഷം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അവൾ പറഞ്ഞു എനിക്ക് താല്പര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിവാഹം നടന്നു. ദൈവത്തിന്റെ ഹിതത്താൽ ഈ അടുത്ത വർഷം ഞങ്ങളുടെ 50ാമത്തെ വിവാഹ വാർഷികമാണ്. ഈ എൻ്റെ കർത്താവിൻ്റെ വേലയിൽ ഏറ്റവും എനിക്ക് ഹെൽപ്ഫുള്ളായി തീർന്നത് എൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് ഇപ്പോഴും പറയാം. എന്നേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും എന്നേക്കാൾ കൂടുതൽ സാക്ഷ്യം പറയുകയും ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന എൻ്റെ ഭാര്യ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വേലക്കിറങ്ങിയതിന് ശേഷം 40 ദിവസം ഉപവസിക്കുന്ന ഒരു രീതി എനിക്ക് ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഒരു 16ഓ 17ഓ പ്രാവശ്യം ഞാൻ 40 ദിവസം ഉപവസിച്ചിരുന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഞാൻ ഉപവസിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴെല്ലാം എൻ്റെ ഭാര്യയും ഉപവസിക്കുവാനായിട്ട് തുടങ്ങും. അങ്ങനെ എൻ്റെ കർത്താവിൻ്റെ വേലയിൽ അവൾക്ക് എന്നെ പൂർണ്ണമായിട്ടും എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. ഇന്നും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇങ്ങനെ CSIയിലായിരിക്കുന്ന അവസരത്തിൽ വലിയ താല്പര്യത്തോടെ മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് ഓൾ ഇന്ത്യൻ പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന അന്നത്തെ ഒരു വലിയ സുവിശേഷ സംഘടനയാണ്. അതിൻ്റെ ഒരു ക്രൂസൈഡ് നടന്നു. അന്ന് ക്രൂസൈഡ് എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ആ ക്രൂസൈഡ് നടന്നു. ആ ക്രൂസൈഡ് 10,000 പേര് വരുന്ന ഒരു വലിയൊരു ക്രൂസൈഡ് ആയിരുന്നു. ഞാൻ അതിൻ്റെ കൊയറിൻ്റെ ലീഡർഷിപ്പ്, 10-60 പേരുള്ള കൊയറിൻ്റെ ലീഡർഷിപ്പ് ഒക്കെ ആയിട്ട് വളരെ താല്പര്യത്തോടെ മുമ്പോട്ട് കടന്നു പോവുകയാണ്. പക്ഷെ എൻ്റെ ശ്രദ്ധ മുഴുവൻ ആരാധനയും മറ്റു കാര്യങ്ങൾ മാത്രമായിരുന്നു. അന്ന് ഈ ഫെലോഷിപ്പില് കടന്നു വന്നത് കനേഡയിലുള്ള ഒരു സായിപ്പ് ജി സ്മിത്ത് എന്ന് പറയുന്ന ദേവദാസനാണ്. ചെറുപ്പക്കാരനാണ്, 10-30 വയസ്സേ ഉള്ളൂ. അദ്ദേഹമാണ് മെസ്സേജ് കൊടുക്കുവാൻ വേണ്ടി 3 ദിവസത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ മെസ്സേജ് ഒന്നും കാരണം ഒന്ന് ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേഷനും ഒക്കെയാണ്, ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ കൊയറും പാട്ടും ആരാധനയും മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. 2ാമത്തെ ദിവസം രാവിലത്തെ ഡിവോഷന്റെ സമയത്ത് എൻ്റെ കൂട്ടുകാര് കൊയറിലുള്ള ആരും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ ചെന്നു. എനിക്ക് കൂട്ടുകാരും വരാത്തത് കൊണ്ട് ഡിവോഷൻ ടൈമിൽ ഞാൻ പള്ളിക്കകത്ത് പോയിരുന്നു. ഞാൻ അതിൻ്റെ ഏറ്റവും 100-300 പേരുള്ള ഒരു മീറ്റിംഗ് ആണ്, രാവിലത്തെ മീറ്റിംഗ്, ബൈബിൾ ക്ലാസ് നടക്കുകയാണ്. ഞാൻ അതിൻ്റെ ഏറ്റവും ബാക്കില് ഞാൻ ഒന്നും അറിയാത്തവനെ പോലെ ഇരുന്നു. പറയുന്നത് എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കൂടുതലായിട്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മെസ്സേജിന് ശേഷം അദ്ദേഹം ഓൾട്ടർ കോൾ നടത്തി. അദ്ദേഹം ചോദിക്കുന്നത്, ഞാൻ പെട്ടെന്നാണ് എൻ്റെ ചിന്ത, പെട്ടെന്ന് നിശബ്ദമായി, ആളുകളെല്ലാം നിശബ്ദമായി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അദ്ദേഹം കണ്ണ് നിറഞ്ഞവനായിട്ട് കൈ ചൂണ്ടിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. ആരുണ്ട് ഭാരത സുവിശേഷീകരണം? ഭാരത സുവിശേഷത്തിന് വേണ്ടി ആരുണ്ട്? ആരും അനങ്ങുന്നില്ല. പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിന്നെയാണ് അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനങ്ങ് ഭാരത വിശേഷത്തെ പോകും. ഞാൻ ഈ മലയെ കിടക്കുന്നയാൾ, ഞാൻ തൊടുപുഴ വിട്ട് ഞങ്ങളുടെ ടൗൺ വിട്ട് ഞാനങ്ങ് പോയിട്ടില്ല. അങ്ങനെയുള്ള ഞാനെങ്ങനെയാണ് ഭാരത സുവിശേഷത്തിന് പോകുന്നത് എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. പെട്ടെന്ന് ദൈവാത്മാവ് വീണ്ടും പറഞ്ഞു, ഈ മഹായോഗം നടക്കുന്നതും ഈ ജി സ്മിത്ത് എന്ന് പറയുന്ന ഈ ദേവദാസൻ കാനഡയിൽ നിന്ന് വന്നതെല്ലാം നിനക്ക് വേണ്ടി മാത്രമാണെന്ന് ദൈവാത്മാവിനോട്. ഈ ദൈവശബ്ദം ഞാൻ കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ഏറ്റവും ബാക്കിലിരിക്കുകയായിരുന്നു. ഞാനുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്രണ്ടിലേക്ക് ഓടിച്ചത്. ഞാനല്ല, ദൈവാത്മാവ് എന്നെ നടത്തുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ പോയി മുഴങ്കാൽ മടക്കി. ഞാൻ മുഴങ്കാൽ മടക്കിയ സമയത്ത് കുറച്ച് ദേവദാസന്മാർ, അച്ഛന്മാരും ചില ഉപദേശിമാരും എൻ്റെ അടുത്ത് അവരും വന്ന് സമർപ്പിക്കുവാനായിട്ട്. അദ്ദേഹം എല്ലാവരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ ദാവീദിന് ശൗലിന് വേറെ ഹൃദയം ഉണ്ടായി എന്ന് പറയുന്നത് പോലെ ഞാനല്ലാതെയായി. എൻ്റെ ചിന്താഗതികളെല്ലാം എനിക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ പിന്നീടുണ്ടായി, ഭാരത സുവിശേഷികൾ. എനിക്കറിയത്തില്ല, ഞാൻ അവരുടെ ലീഡേഴ്സിനോടൊക്കെ പോയി ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാ പോകണ്ടേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അവര് കൈമലർത്തി, അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ അന്ന് മുതൽ എൻ്റെ ഹൃദയത്തിൽ ഭാരതം എന്നുള്ള ഒരു
ചിന്ത എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും. മാത്രമല്ല, നശിച്ചു പോകുന്നവരെ കുറിച്ചൊരു വലിയ ആത്മഭാരം. ഓരോ വ്യക്തികളെ കാണുമ്പോഴും ഇവൻ നരകത്തിൽ പോകുമല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരാതെ. ചില നാളുകൾക്ക് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CSIയിലെ ഉപദേശിയായിട്ട് ഒരു ചർച്ചിന്റെ മിനിസ്ട്രിയിലേക്ക് ഞാൻ പോയിരുന്നു. 2 വർഷത്തോളം ഞാൻ അവിടെ പ്രവർത്തിച്ചു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ വിശദീകരിച്ച് പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് കാശ് മേടിക്കത്തില്ല. പ്രസംഗിക്കാൻ പോയിട്ട് കാശ് മേടിക്കത്തില്ല. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് ഞാൻ ശമ്പളം മേടിക്കത്തില്ല. മറിച്ച് ഞാൻ അധ്വാനിക്കുക. എനിക്ക് കൃഷി അറിയാം, പല ടെക്നിക്കലായിട്ടുള്ള കമന്ന് വീണ പണം കൊണ്ട് എഴുന്നേക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പണം ഉണ്ടാക്കി ഞാൻ സുവിശേഷ വേല ചെയ്യും. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. ഞാനൊരു 6 പറ കണ്ടമൊക്കെ നിലമൊക്കെ ഉഴുത് കൃഷി ഇറക്കി, മറ്റ് ജീവിക്കാനുള്ള എല്ലാ സൗകര്യം ആ പ്രദേശത്തുണ്ടാക്കി. അതുപോലെ എൻ്റെ വൈഫിൻ്റെ കുറെ ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിറ്റ് മീൻ പിടിക്കാനായിട്ടുള്ള വലയൊക്കെ മേടിച്ച് കാശിനുള്ള പരിപാടിയൊക്കെ ആക്കി. പള്ളിയിൽ നിന്ന് കിട്ടുന്നൊന്നും ഞാൻ എൻ്റെ സ്വന്തം ചിലവിന് എടുക്കത്തില്ല. ഇങ്ങനെയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അന്ന് എനിക്ക് മോനുണ്ടായി. മോൻ 1.5 വയസ്സുള്ള സമയത്ത് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ആള് വന്നു. അന്ന് ഫോണില്ല. പെട്ടെന്ന് വീട്ടിൽ നിന്നൊരാൾ വന്ന് പറഞ്ഞു, എൻ്റെ മോന് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് പോയി. ചെന്ന സമയത്ത് കുഞ്ഞ് മരണത്തിന്റെ അവസ്ഥയിലേക്ക് മാറി. കുഞ്ഞ് മരിക്കും എന്നുള്ള ഒരു നിലവാരത്തിൽ വന്നപ്പോൾ ഞാൻ, ഡോക്ടർമാർ പറഞ്ഞു പെട്ടെന്ന് ഇവിടുന്ന് തൊടുപുഴ മെഡിക്കലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. രാത്രി 12 മണിക്ക് അവിടെ വണ്ടിയില്ല, വാഹനമില്ല. അന്നത്തെ കാലഘട്ടത്തിൽ യാതൊരു സൗകര്യമില്ല. അവരെല്ലാം ഡോക്ടർമാർ കൈമാറും. പെട്ടെന്ന് ഞാൻ അടുത്തുള്ള ഒരു ബാത്റൂമിലേക്ക് കയറിയിട്ട് വാതിലടച്ചിട്ട് മുട്ടിൽ നിന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് തന്നത് മക്കൾ ദൈവം തരുന്ന ദാനമാണ്. നീ പ്രതിഫലമായിട്ട് തന്നത്. നീ തന്നത്, നീ എടുക്കുന്നതിന് എനിക്കൊരു വിരോധം. പക്ഷേ അവന് ജീവൻ നൽകി അവനെ ജീവിക്കാൻ അനുവദിച്ചാൽ ഞാൻ കർത്താവിന് വേണ്ടി അവനെ വളർത്താൻ. ഞാൻ ഈ തീരുമാനം എടുത്ത സമയത്ത് തന്നെ കുഞ്ഞിന് ശ്വാസം വീണു. കുഞ്ഞിന് അത്ഭുതകരമായി സൗഖ്യമുണ്ടായി. എങ്കിലും ഞങ്ങൾ 10-14 ദിവസം പിന്നെ ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റലിന് ഞാൻ അവിടുന്ന് വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ ചർച്ചിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ കേൾക്കുന്നത്, എൻ്റെ കൃഷിയെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇയ്യോബിന് സംഭവിച്ചതുപോലെ തോട്ടത്തിൽ നിന്ന് വലിയ 100-300 മാട് വന്നിട്ട്, കന്നുകാലി വന്നിട്ട് നെല്ല് മുഴുവൻ തീർത്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. മാത്രമല്ല, എൻ്റെ അന്നത്തെ വിലയിൽ 20,000 രൂപയുടെ, അതായത് 5-6-7 പവൻ സ്വർണം വിറ്റിട്ട് മേടിച്ച വലയെല്ലാം കള്ളം കൊണ്ടുപോയി. ഒറ്റ രാത്രി കൊണ്ട്, അടുത്തടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചപ്പോൾ ഇതിനകത്ത് ദൈവകരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പള്ളിക്കകത്ത് കയറി വാതിലടച്ചിട്ട് കപ്പ്യാരച്ചനോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് 3 ദിവസം പള്ളിക്കകത്ത് കയറിയിരുന്നു. ഒരു അനക്കമോ ശബ്ദമൊന്നും കേട്ടില്ല. പക്ഷേ ഞാൻ ഉപവാസം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സഹോദരൻ എൻ്റെ കയ്യിൽ ബൈബിൾ സൊസൈറ്റിയുടെ മലബാറിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ഒരു കത്ത് കൊണ്ടുവന്നു. അദ്ദേഹം പലരെയും അന്വേഷിച്ചിട്ട് ആരും പോകാൻ തയ്യാറല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷേ എങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ പോകുമെന്ന് വിചാരിച്ച് അദ്ദേഹം എൻ്റെ അടുക്കൽ കൊണ്ടുവന്നതാണ്. അദ്ദേഹം ഒരു നല്ലൊരു വിശ്വാസിയാണ്. അദ്ദേഹം ഇത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ആരെ അയക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ചോദിച്ചു, അല്ല കുഞ്ഞുവാൻ ചേട്ടനെ പോയിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പോകാം. ഞാൻ പറയട്ടെ, ചുരുക്കി പറയട്ടെ, ഈ ആപ്ലിക്കേഷൻ അയച്ചു. 7ാമത്തെ ദിവസം പാലക്കാട് മേഴ്സി കോളേജിൽ വെച്ച് നടക്കുന്ന ഒരു സെമിനാറിലേക്ക്, ബൈബിൾ സൊസൈറ്റി സെമിനാറിലേക്ക് എന്നെ വിളിച്ചു. അവിടെ നിന്ന് അന്ന് സക്രിയ കോശി എന്ന് പറയുന്ന ഒരു ദേവദാസനാണ് ബൈബിൾ സൊസൈറ്റി സെക്രട്ടറി. അദ്ദേഹം ഒരു കരസ്മാറ്റിക്കുകാരനായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര ആത്മഭാരം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം രൂപപ്പെടുത്തിയ സ്ക്വാഡ് എന്ന് പറയുന്ന ബൈബിൾ സൊസൈറ്റിയുടെ ഒരു സുവിശേഷ സംഘടന ഉണ്ടാക്കി അതിനകത്ത് പ്രവർത്തിക്കാനായിട്ടായിരുന്നു എന്നെ വിളിച്ചത്. ഞങ്ങൾ അവിടെ ചെന്ന് 300 പേര് അടങ്ങുന്ന ഒരു ടീമിനെ അദ്ദേഹം തയ്യാറാക്കി മലബാറിലേക്ക് ഒരു ടീമിൽ, ഞാൻ CSIയിലെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ 10 പേരടങ്ങുന്ന ഒരു ടീമിന്റെ ലീഡറായിട്ട് എന്നെ പറഞ്ഞയച്ച് ഞാൻ നേരെ മലബാറിൽ കണ്ണൂരേക്ക് പോവുകയാണ്.
കണ്ണൂര് ചെന്ന അവസരത്തിൽ തന്നെ ദൈവകൃപയാൽ എനിക്ക് വലിയ വിശാലത അവിടെ ലഭിക്കാനിടയാക്കി. സുവിശേഷ സംഘടനയുണ്ട്, LF എന്ന് പറയും, ലേമൺസ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ്. അവിടെ ഒരു ബൈബിൾ ക്ലാസ്സിന് വേണ്ടി എന്നെ വിളിച്ചു. രാത്രിയിൽ ഞാൻ ബൈബിൾ ക്ലാസ്സിന് അവിടെ ചെല്ലുന്ന അവസരത്തിൽ, വൈകുന്നേരം ബൈബിൾ ക്ലാസ്സിന് അവിടെ ചെല്ലുന്ന അവസരത്തിൽ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ബൈബിൾ ക്ലാസ് എടുക്കേണ്ട ഒരു പ്രൊഫസറായിരുന്നു, അദ്ദേഹത്തിന് പെട്ടെന്ന് വയറുവേദന ഉണ്ടായിട്ട് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ബൈബിൾ സൊസൈറ്റിയുടെ ടീമെന്ന് അവർ വിചാരിക്കുന്ന വലിയ ബൈബിൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ വലിയ സംഘടനയാണല്ലോ, വലിയ പണ്ഡിതന്മാരാണ് ബൈബിളിന്റെ ആളുകൾ. അങ്ങനെയാണ് എന്നെ വിളിച്ചത്. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഹൈ ലെവലിലുള്ള ആളുകളാണ് ഇവിടെ മീറ്റിങ്ങിന് വന്നിരിക്കുന്നത്, എംപ്ലോയീസ് ആണ് മുഴുവൻ, അതുകൊണ്ട് 1 മണിക്കൂറാണ് ക്ലാസ് എടുക്കേണ്ടത്, പ്രൊഫസർ വന്ന് എടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ അദ്ദേഹം കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ദൈവകൃപയാൽ അന്ന് വചനം ശുശ്രൂഷിച്ചപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ദൂത് വെളിപ്പെടാനിടയായി തീർന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതിന്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, അടുത്ത ദിവസങ്ങളിൽ അവിടുത്തെ ജയിലുകളിൽ സുവിശേഷം പറയാനായിട്ട് എനിക്ക് വാതിൽ തുറന്നു തന്നു. അതൊരു വലിയ വാതിലായിരുന്നു. കണ്ണൂർ ജില്ലയുടെ ഗ്രാമാന്തരങ്ങളിലൊക്കെ കടന്നുപോയി ടീമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള വലിയ വാതിൽ എനിക്ക് വേണ്ടി തുറക്കപ്പെടുവാനിടയ്ക്ക് ആ ഒരൊറ്റ മീറ്റിംഗ് മുഖാന്തരം. എനിക്കറിയത്തില്ല, കണ്ണൂർ ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളും, കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലെല്ലാം അന്നത്തെ ഏറ്റവും വലിയ മ്യൂസിക്, അന്ന് ആകെയുള്ള മ്യൂസിക് ടീം കണ്ണൂരുള്ള LF എന്ന് പറയുന്ന മ്യൂസിക് ടീമാണെന്ന്. JB പീറ്റർ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ഇൻലോ, ഇവരൊക്കെ അടങ്ങുന്ന അന്നത്തെ ആദ്യത്തെ, കേരളത്തിൽ അതുവരെ ഒരു മ്യൂസിക് ടീം ഇല്ല, അതുവരെ അത് ആദ്യത്തെ മ്യൂസിക് ടീം അവരാണ്. അവരുടെ കൂടെ ഈ കേരളത്തിന്റെ അനേക ഭാഗങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുവാനായിട്ടും അവിടെയൊക്കെ ശുശ്രൂഷിപ്പാനായിട്ടും കർത്താവ് അത് മുഖാന്തരം ഒരുക്കി. ഞാൻ കാസർഗോഡ് ഈ ബൈബിൾ സൊസൈറ്റിയോടുള്ള ബന്ധത്തിലാണ് അവിടെ കടന്നു ചെല്ലുന്നത്. 10 പേരുള്ള ടീമുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം ശുശ്രൂഷിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ CSIയുടെ ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ ഉള്ളത്. ബൈബിൾ സൊസൈറ്റിക്ക് അതൊന്നും പ്രശ്നമല്ല. ബൈബിൾ സൊസൈറ്റി നമുക്കറിയാം, വേൾഡ് ബൈബിൾ സൊസൈറ്റി എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും സംഘടനയാണ്. അതുകൊണ്ട് അവർക്കതൊന്നും പ്രശ്നമല്ല, എന്നെ ആ കാര്യത്തിൽ ഒന്നും. പക്ഷേ ഞാൻ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, നിരന്തരമായി പ്രാർത്ഥിക്കും, സമയം കിട്ടുന്നത്രയും ഞാൻ പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യും. പക്ഷേ ഒരു സ്റ്റെപ്പ് ചെല്ലുമ്പോൾ കംപ്ലീറ്റ് സ്റ്റോപ്പായി പോകും. എവിടാണ് എൻ്റെ പ്രശ്നമെന്ന് അറിയുന്നത്. ഞാനൊരു രാത്രിയിൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, എൻ്റെ പ്രശ്നം എവിടെ? അവിടം വരെ എനിക്ക് അതിന് മുമ്പോട്ട് കടന്നു പോകാൻ പറ്റത്തില്ല. പെട്ടെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഞാൻ മയങ്ങിപ്പോയി. ഒരു 2 കരം എൻ്റെ നെഞ്ചിലും പുറത്തും പിടിച്ചിട്ട്, ഞാൻ നിന്നെ സ്നാനപ്പെടുത്താം എന്ന് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. പെട്ടെന്ന് ഞാൻ ഉണർന്നു. കർത്താവ്, ഞാൻ സ്നാനപ്പെടണമെന്നുള്ളതാണോ കർത്താവിന്റെ ആഗ്രഹം? ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അവസരത്തിൽ എൻ്റെ മുതിർന്ന ക്ലാസ്സിൽ ഞാൻ സ്നാനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തു. പക്ഷേ ശിശു സ്നാനത്തെക്കുറിച്ച് ഒരു വാക്കും കാണാൻ പറ്റിയില്ല. അന്ന് ഞാൻ CSIയിലെ സ്കൂളിൽ ഞാൻ പറഞ്ഞു, സ്നാനം എന്ന് പറയുന്നത് ശരിക്കും മുഴുകൽ സ്നാനമാണ്. പക്ഷേ മുഴുകൽ സ്നാനം നടത്താൻ അന്ന് അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, ഇന്ന് അപ്പോസ്തലന്മാരില്ല എന്ന ഒരു ഇതായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ എന്നോട് രാത്രിയിൽ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ സ്നാനപ്പെടണമെന്നുള്ളതാണോ അവിടുത്തെ ആഗ്രഹം? എങ്കിൽ ഞാൻ തയ്യാറാണെന്ന്. അടുത്ത ദിവസം തന്നെ എനിക്ക് ബൈബിൾ സൊസൈറ്റിയുടെ കാസർഗോഡുള്ള ഒരു യേശുദാസ് എന്ന് പറയുന്ന യേശുദാസിന്റെ അടുത്ത് ധാരാളം പുസ്തകങ്ങൾ അയച്ചിട്ടുണ്ട്. അങ്ങോട്ടൊരു ടീമിനെ അയക്കുന്നു, എന്നോട് അങ്ങോട്ട് പോകാനായിട്ട് എനിക്ക് ഓർഡർ കിട്ടി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കർണാടകയിൽ ദീർഘവർഷങ്ങൾ കർത്താവിന്റെ ആന്ധ്രയിലും ഒക്കെ കർത്താവിന്റെ വേല ചെയ്തിരുന്ന IPCയിലുള്ള യേശുദാസ് എന്ന് പറയുന്ന ദേവദാസനായിരുന്നു. അദ്ദേഹത്തിന്റെ ചർച്ചിലാണ് ഞങ്ങൾ താമസിക്കാനായിട്ട് ചെന്നത്. ഞാൻ ചെന്ന ഉടനെ തന്നെ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് സ്നാനപ്പെടും എന്ന് പറഞ്ഞു. കാസർഗോഡ് പട്ടണത്തിൽ ആദ്യമായിട്ട് സ്നാനപ്പെടുന്നത് ഞാനാണ്. എന്നെ അവിടെ കായലിൽ കൊണ്ടുപോയി അദ്ദേഹം സ്നാനപ്പെടുത്തി. അന്ന് ആദ്യമായിട്ട് കർത്തൃമേശ അവിടെ തുടങ്ങി. അങ്ങനെ കാസർഗോഡ് ഒരു സഭാ ശുശ്രൂഷ ആരംഭിക്കുന്നത് എൻ്റെ സ്നാനത്തോടു കൂടെയാണ്. അങ്ങനെ ആ കൂട്ടായ്മ അതൊരു സ്വർഗതുല്യമായ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. ഇതാണ് വാസ്തവത്തിൽ ലോകത്തിലെ സ്വർഗം, ഇതാണ് ദൈവസഭ എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം എനിക്ക് അന്നുണ്ടാകാനിടയായി തീർന്നു.
അങ്ങനെ അവിടെ ടീമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു. ഞങ്ങൾ ഏതാണ്ട് 3 ആഴ്ചക്കാലം 10 പേരടങ്ങുന്ന ടീം കാസർഗോഡ് പട്ടണത്തിൽ താമസിച്ചുകൊണ്ട് ഭവന സന്ദർശനങ്ങൾ നടത്തുകയാണ് ബൈബിൾ സൊസൈറ്റിയോടുള്ള ബന്ധത്തിൽ. നടത്തി 3 ആഴ്ച ഞങ്ങൾ ഭവനങ്ങൾ കയറി ഇറങ്ങിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരൊറ്റ ക്രിസ്ത്യാനി അവിടെ ഇല്ല. 3 ആഴ്ച ഞങ്ങള് 10 പേരടങ്ങുന്ന ടീം ഭവനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറിയിട്ട് ഒരു ക്രിസ്ത്യൻ ഭവനത്തിൽ കയറാൻ കഴിഞ്ഞില്ല. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ചലഞ്ചായി. ഞാൻ ഒരു സന്ധ്യാസമയത്ത് പട്ടണത്തിൽ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ടീമിനെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഞാൻ പിന്നെയും കുറെ ട്രാക്റ്റുമായിട്ട് പോയി. ഇങ്ങനെ ട്രാക്ട് 9 മണി 10 മണി വരെയൊക്കെ ടൗണിൽ നിന്ന് ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി ട്രാക്ട് വൈകുന്നേരം ഒരു 9 മണിയായപ്പോൾ ജനമെല്ലാം പിരിഞ്ഞു പോവുകയാണ്. ഞാൻ ഒരു ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു വെളിപ്പാട് ഞാൻ കാണുകയാണ്. ആ വെളിപ്പാട് എല്ലാവരും ഒഴുകി 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 പോകുന്നു. നാനാ വഴിയിലേക്കും ഒഴുകി പോകുന്നു. അവരെല്ലാം നരകത്തിലേക്ക് ചെന്ന് വീഴുന്നു. ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ട ആൾ അവിടെ നിൽക്കുന്നു. ഞാൻ മാത്രം ഒഴുകി പോകുന്നില്ല. ഈ വെളിപ്പാട് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത്, കർത്താവെ നീ അയക്കുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കർത്താവിൻ്റെ വേല ചെയ്യാം എന്ന് തീരുമാനമെടുത്തു. ചില നാളുകൾ 2-3 വർഷക്കാലം ബൈബിൾ സൊസൈറ്റിയുള്ള ബന്ധത്തിൽ കേരളത്തിലുടനീളം ഞങ്ങൾ യാത്ര ചെയ്തു. തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ടീം പ്രവർത്തനമായിട്ട് കടന്നു പോകാനിടയായി തീർന്നു. അതോടുകൂടെ സുവിശേഷീകരണം എന്താണ്, സുവിശേഷം എന്താണ്, എന്താണ് ആവശ്യം, എവിടെയൊക്കെയാണ് സുവിശേഷീകരണം നടത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ദൈവസഭ എന്താണ്, ദൈവസഭയുടെ വളർച്ച എങ്ങനെയാണ് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം 2-3 വർഷങ്ങൾ കൊണ്ട് എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ബൈബിൾ സൊസൈറ്റിക്ക് പരിമിതികളുണ്ട്. ബൈബിൾ സൊസൈറ്റി ചെയ്യുന്ന ശുശ്രൂഷ ദൈവസഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. 3 കാര്യമാണ് ബൈബിൾ സൊസൈറ്റി ചെയ്യുന്നത്. ഒന്ന് പ്രിന്റിങ്, ട്രാൻസ്ലേറ്റിംഗ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 കാര്യമേ ചെയ്യുന്നു. കോടിക്കണക്കിന് ബൈബിൾ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ രക്ഷിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർക്കണമെന്നുള്ള ആ കാര്യം ബൈബിൾ സൊസൈറ്റിയോടുള്ള ബന്ധത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞു, ദൈവസഭയുടെ ആത്യന്ത ലക്ഷ്യം എന്ന് പറയുന്നത്, ദൈവവചനത്തിന്റെ ആത്യന്ത ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവസഭയാണ്. വേദപുസ്തകത്തിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ദൈവപുത്രനായ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന മണവാട്ടിയായിരിക്കുന്ന സഭയും. അതാണ് ദൈവത്തിന്റെ നിത്യപദ്ധതി. അതുകൊണ്ട് ദൈവസഭയെ രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന വേല എന്നുള്ളത് ഞാൻ ബോധ്യമായതുകൊണ്ട് ഞാൻ ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് വന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ നാട്ടിൽ വന്നു. അവിടെ IPC സഭയായിട്ട് ബന്ധപ്പെട്ടു. അവിടെയുള്ള പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ആത്മഭാരം ഇല്ലാതെയാണ് പലരും പ്രവർത്തിക്കുന്നത്. ഞാൻ വിധിക്കുകയല്ല, കുറ്റം പറയല്ല, പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ആ തീ അവരുടെ ഉള്ളിൽ കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ പഴയ ചില CSIയിലുള്ള സുഹൃത്തുക്കൾ, കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത വേലക്കാരായിരിക്കുന്ന ചില സഹോദരന്മാർ, ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ, അവർ നല്ല പ്രാർത്ഥിക്കുന്ന സഹോദരന്മാർ, എംപ്ലോയീസാണ്. അവരെ ഞാൻ ചെന്ന് കണ്ടു. ഞാൻ പറഞ്ഞു, നമുക്കിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ സുവിശേഷം അറിയിച്ചേ പറ്റത്തുള്ളൂ. ചെറിയൊരു ടീം ഫോം ചെയ്തു. ഞങ്ങളൊരു 5 പേരടങ്ങുന്ന ഒരു ഫെലോഷിപ്പ് ഉണ്ടായി. ബെഥെസ്ദ പ്രയർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഫെലോഷിപ്പ്. ഞാൻ മാത്രമേ സ്നാനപ്പെട്ടവരുള്ളൂ, ബാക്കി എല്ലാവരും CSIയിലുള്ള സഹോദരന്മാരാണ്. എന്നാൽ നല്ല ദേവദാസന്മാരാണ്, നല്ല പ്രസംഗകരാണ്, വചനം പ്രസംഗിക്കുന്നവരാണ്. ഞങ്ങൾ ആ ടീം പ്രവർത്തനം തുടങ്ങി. ഞാൻ ഓർക്കുന്നു, ഏതാണ്ട് 4 വർഷക്കാലം അന്ന് ഈസ്റ്റ് കേരള മഹാ ഇടവകയിൽ നിന്നാണ്, ഇന്നത്തെ ഈസ്റ്റ് കേരള മഹാ ഇടവക എന്ന് മേലുകാവ് ഡിസ്ട്രിക്ട് എന്നാണ് അറിയുന്നത്. അവിടെയുള്ള എല്ലാ സഭകളിലും കൺവെൻഷൻ നടത്തുന്നത് ഞങ്ങളായിരുന്നു. ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൈക്ക് സെറ്റ് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, പാട്ടുകാരുണ്ട്, എല്ലാം ഉണ്ട്. വേറെ ഒന്നും അറിയണ്ട. അപ്പോൾ കൺവെൻഷന് 3-4 വർഷക്കാലം എല്ലാ സഭകളിലെയും കൺവെൻഷൻ യോഗങ്ങൾ നടത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു. CSIയിൽ ഞാൻ അതിലെ ഞങ്ങൾ 5 പേരിൽ 2 പേര് പ്രസംഗകരാണ്, വാഗ്മികളാണ്. അവരാണ് മെയിനായിട്ട് പ്രസംഗിക്കുന്നത്. ഞാൻ അന്ന് ചെയ്യുന്നത് ബൈബിൾ ക്ലാസ് എടുക്കുകയാണ്. രാവിലെ പോയി എല്ലാ മീറ്റിങ്ങിലും രാവിലത്തെ ഡിവോഷൻ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു വലിയ മഹായോഗം
കാളിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ഏതാണ്ട് 10,000 പേര് വരുന്ന വലിയൊരു കൺവെൻഷൻ. ആ പ്രദേശത്ത് അന്നൊക്കെ കൺവെൻഷൻ വലിയ ഭാരമുള്ള ഒരു നാളുകൾ CSIയിൽ. ആ കൺവെൻഷൻ നടക്കുന്ന അവസരത്തിൽ ഞങ്ങൾ 3 പേരാണ് മെസ്സേജിന് കൊടുക്കുന്നത്. ഞാൻ രാവിലെ ഡിവോഷനാണ് നടത്തുന്നത്. മറ്റൊരു 2 പേരും പ്രസംഗകരാണ്. അവര് ആണ് പ്രസംഗിക്കുന്നത്. ഞായറാഴ്ച ഈ ഇച്ചിരി ക്രമം തെറ്റും. കാരണം ഞായറാഴ്ച ആരാധനയുണ്ട്. ആരാധനയ്ക്ക് ശേഷം ഒരു മെസ്സേജ് ഉണ്ട്, രാത്രി മെസ്സേജ്. സാധാരണഗതിയിൽ 2 യോഗങ്ങളാണ് നടക്കുന്നത്. അന്ന് 3 യോഗമുള്ളത് കൊണ്ട് അന്ന് ഇവര് 2 പേർക്കും കൺഫ്യൂഷൻ ആയിപ്പോയി. ഉച്ചയ്ക്ക് ആരാധനയിൽ സംസാരിച്ച ആള് തന്നെയായിരുന്നു രണ്ടാമത് സംസാരിക്കേണ്ടത്. രാത്രിയിൽ മെയിൻ ആള് പ്രസംഗിക്കണം. അങ്ങനെയായിരുന്നു. പക്ഷേ ആ മീറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം ഞായറാഴ്ച 2 മണിക്കുള്ള യോഗം. ഞാൻ ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആരാധനയ്ക്ക് മെസ്സേജ് ചെയ്യുവാനായിട്ടുള്ള സമയമായിട്ടും മെസ്സഞ്ചർ 2 പേരും വരുന്നില്ല, ആരും വരുന്നില്ല. എന്നോട് ചോദിച്ചു, ആരാ എന്തിയെ വരാത്തെ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ചെന്ന് വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ റൂമിൽ ചെന്നപ്പോൾ 2 പേരും കടലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കൂടെയുള്ള എന്നോട് പറഞ്ഞു, ഐസക്ക് ചെല്ലെന്ന് പറഞ്ഞു. ഞാൻ ആ വലിയ മഹായോഗത്തിൽ ഒരു ഒരുക്കമില്ല, മെസ്സേജ് കൊടുക്കാനുള്ള യാതൊരു തയ്യാറെടുപ്പുമില്ല. 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ എനിക്ക് സ്റ്റേജിൽ കയറണം. ഞാൻ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി. കർത്താവ് പെട്ടെന്ന് എൻ്റെ ആത്മാവിൽ ഒരു വചനം തന്നു. അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. ഇതായിരുന്നു വചനം. എൻ്റെ ആ വചനം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഭയങ്കര സ്വസ്ഥത എൻ്റെ ഉള്ളിലുണ്ട്. പെട്ടെന്ന് ഒരു ഒഴുക്ക് പോലെ, വെള്ളം പോലെ ചില ആത്മീയ സത്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വന്നു. യേശുക്രിസ്തു ആത്മാവിൽ ജനിച്ചുവെന്നും ആത്മാവിൽ വളർന്നുവെന്നും ആത്മാവിന്റെ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നെന്നും പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്നും മരുഭൂമിയിൽ നിന്ന് ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നെന്നും ആത്മാവിന്റെ ശക്തിയോടെ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു, വീര്യപ്രവൃത്തി ചെയ്തു. ഈ ആത്മാവ് അവനെ മരണത്തിലേക്ക് കൊണ്ടുപോയി, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയി. ഇത്രയും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തും. വളരെ ശാന്തമായിട്ട് ഞാൻ വചനം ശുശ്രൂഷിച്ചു. വചനം ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോൾ ആ മീറ്റിങ്ങിൽ വലിയ ആത്മപകർച്ചയുണ്ടായി. എല്ലാവരും ഭയങ്കര ശക്തമായിട്ട് ആരാധിക്കുവാനും അതെൻ്റെ ജീവിതത്തിൽ ഒരു തുടർമാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വഴിയായിരുന്നു. ഇങ്ങനെ ഒത്തിരി ഇൻസിഡൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഞങ്ങളുടെ ടീം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ചില നാളുകൾക്ക് ശേഷം ടീമിലുള്ളവർക്ക്, അവരാരും സ്നാനപ്പെട്ടവരല്ല, അവർക്ക് ആ CSI ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം നിൽക്കാനുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഹൃദയത്തിലാണെങ്കിൽ കാസർഗോഡും കണ്ണൂരും മലപ്പുറവും അതുപോലെ മലബാറിന്റെ പ്രദേശങ്ങളും തമിഴ്നാടും കർണാടകയൊക്കെ എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ അവരോട് വിട വാങ്ങി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അന്ന് IPCയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. IPCയിലെ അന്ന് അദ്ദേഹം മരിച്ചുപോയി. കുരുവിള എന്ന് പറയുന്നത് ദേവദാസനായിരുന്നു. ഒരു ഭക്തനായ മനുഷ്യൻ, ഒരു ശരിക്കും ഒരു ആത്മീയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് ചേർന്ന് ഞാൻ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നു ചില നാളുകൾ ശാന്തമായിട്ട്. അപ്പോൾ ഒരു കൺവെൻഷൻ നടക്കുന്ന അവസരത്തിൽ IPCയിലെ മെയിൻ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ആയിരുന്നു കൺവെൻഷന് വേണ്ടി വന്നത്. അദ്ദേഹത്തോട് ഞങ്ങളുടെ പാസ്റ്റർ, കുരുവിള പാസ്റ്റർ പറഞ്ഞു, ഈ സഹോദരൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ആളാണ്, അദ്ദേഹത്തിന് ബൈബിൾ കോളേജിൽ ചേർക്കണമെന്ന്. അദ്ദേഹം എന്നെ വിളിച്ചു. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് ഭാര്യയുണ്ട്, 2 വയസ്സുള്ള കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ബൈബിൾ കോളേജ് ചേർന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വാള് കൊണ്ട് കുത്തുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് പാഴ്സനേജിന്റെ അകത്തേക്ക് ചെന്ന് ബാത്റൂമിലേക്ക് കയറിയിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് സുവിശേഷം അറിയിക്കാനുള്ള സാധ്യതയില്ല. ഒരക്ഷരം പോലും അക്ഷരജ്ഞാനമില്ലാത്ത ആദിവാസികൾ ആയിരക്കണക്കിന്. അതുകൊണ്ട് എന്നെ ആദിവാസികളുടെ ഇടയിൽ അയക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, 10 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു കസിൻ ബ്രദറ് ഇടുക്കി വനത്തിൽ CSIയുടെ ഒരു മിഷണറി ആയിട്ട് ആദിവാസികളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ കാണാൻ വന്നു.
അദ്ദേഹം വന്നത് അവിടെ ഒരു മിഷൻ കേന്ദ്രം ഉണ്ട്. ആ മിഷൻ കേന്ദ്രത്തിൽ ആളില്ല, അവിടെ കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പോയി പ്രവർത്തിക്കാൻ ആളില്ല. എൻ്റെ കാര്യം പെട്ടെന്ന് ഓർത്തിട്ട് അദ്ദേഹം വന്നതാണ്. ഞാൻ പറഞ്ഞു, അപ്പൊ തന്നെ ആ സ്ഥലം മേടിക്കാനുള്ള പൈസ എൻ്റെ വൈഫിന്റെ ഇച്ചിരി ആഭരണം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മേടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അട്ടേക്കുടി എന്നാണ് സ്ഥലത്തിന്റെ പേര്. അന്ന് 18 കിലോമീറ്റർ 18 മൈൽ നടന്ന് ഉൾവനത്തിലാണ് സ്ഥലം. ആദിവാസികൾ മാത്രമുള്ള പട്ടേക്കുടി എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ ആദിവാസികളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യം ചെന്ന് ആദിവാസികളെ എല്ലാം വിളിച്ചുകൂട്ടി, ഒരു വീട്ടിൽ വിളിച്ചുകൂട്ടി. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്കൂളാണ് ആവശ്യം. ഞാൻ പറഞ്ഞു നമുക്ക് സ്കൂൾ പണിയാം. ഞങ്ങൾ അവിടുത്തെ നാട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു സ്കൂൾ കെട്ടിടം ഉണ്ടാക്കി. കാട്ട് തടിയൊക്കെ വെച്ചിട്ട് കെട്ടിടം ഉണ്ടാക്കി. ഞങ്ങൾ കുറെ ടീച്ചേഴ്സിനെയൊക്കെ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ അവിടെ ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വിളിച്ച് 7ാം ക്ലാസ് വരെയുള്ള ക്ലാസ് ഞങ്ങൾ ആരംഭിച്ചു. ആ ക്ലാസ് ആരംഭിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആത്മാക്കളുടെ രക്ഷയാണ്. ഒരു ആദിവാസിയുടെ ഭവനത്തിൽ, ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആദിവാസിയുടെ ഭവനത്തിൽ ഒരു ക്ലാസ് തുടങ്ങി. കൃഷിപാഠം എന്നാണ് ക്ലാസിന്റെ പേര്. കൃഷിപാഠം, കൃഷി പഠിപ്പിക്കാനാണ് പാഠം. പക്ഷേ ഞാൻ ദൈവമാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് അവരോട് പറയുന്നത്? ഞാൻ ചക്കക്കുരു ഒക്കെ എടുത്തിട്ട് കാണിക്കും. ഇതൊരു കുരുവാണ്, ചക്കക്കുരുവാണ്. ഇതിനകത്ത് ജീവനുണ്ട്. ഇത് മണ്ണിലിട്ട് കുഴിച്ചിട്ടാൽ ഈ ചക്കക്കുരു അങ്ങ് നശിക്കും. ഇതിൻ്റെ അകത്തുനിന്ന് വേറൊരു ജീവൻ വരും. വേറൊരു തൈ ഇതിനകത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയാണ് മനുഷ്യൻ. നാം മരിച്ചാൽ നമ്മുടെ ഉള്ളിൽ വേറൊരു ജീവനുണ്ട്, വേറെ ആത്മാവുണ്ട്, അത് ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. പക്ഷെ അവരാരും എനിക്ക് വളരെ അനുകൂലമായിട്ട് മുമ്പോട്ട് വന്നില്ല. ആ സമയത്ത് തൊട്ടടുത്ത ഒരു ഗ്രാമത്തില് ഒരു ഹൈന്ദവ സ്ത്രീ അവൾ മെഡിക്കൽ കോളേജിൽ വെച്ച് മാരകമായിരിക്കുന്ന രോഗത്തിന് അടിമപ്പെട്ട് മരണ ആശയിൽ കിടക്കുമ്പോൾ 2 സഹോദരിമാര്, സിലോൺ പെന്തക്കോസ്തിലുള്ള 2 സഹോദരിമാര് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ യേശുവിനെ അവര് ദർശനത്തിൽ കണ്ടു. യേശു പറഞ്ഞു നിനക്ക് സൗഖ്യമായിരുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ അവളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം. അവൾ ഓടി നടന്ന് പറഞ്ഞു എനിക്ക് സൗഖ്യമായി, യേശു എന്നെ സൗഖ്യമായി. ഡോക്ടർമാർ പറഞ്ഞു നിനക്ക് പ്രാന്താ, നീ പോയി കിടക്കാൻ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരത്തി അവിടെ നിന്ന് ചാടിപ്പോന്നു. അടുത്ത ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തൊരു ഗ്രാമത്തിൽ അവർ വന്ന് താമസിക്കാം. അത് വേറൊന്നും അറിയത്തില്ല, യേശു സൗഖ്യമായെന്ന് മാത്രം അറിയാം. അവരെ ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ആളയച്ച് വീട്ടിൽ വന്ന് 2-3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തുന്നു. അവളുടെ ഭർത്താവ് ഈ മന്ത്രവാദിയാണ്. അദ്ദേഹം അപ്പൻ കൊടിയ മന്ത്രവാദം പഠിപ്പിക്കുന്ന കുര്യാലയൊക്കെ ഉള്ള വലിയ ക്ഷേത്രമൊക്കെ ഉള്ള ആളാണ്. ഈ സഹോദരി വന്ന് പറഞ്ഞു, എൻ്റെ കൊച്ചു കൂട്ടായ്മ, ഞാൻ മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ, ഞാൻ മാത്രമേ സ്നാനപ്പെട്ടിട്ടുള്ളൂ, വേറെ ആരും. പക്ഷെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാട്ടുകളൊക്കെ പഠിപ്പിച്ച് കുറെ ആദിവാസികളുണ്ട്. ഇവരെല്ലാവരും കൂടെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥന നടക്കുന്ന അവസ്ഥ. എൻ്റെ ഭാര്യ യാക്കോബുകാരിയാണെന്ന് പറഞ്ഞല്ലോ. അവള് അതുവരെയും യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നില്ല. എൻ്റെ വേലക്കൊക്കെ അവള് താങ്ങാണെങ്കിലും അങ്ങനെ ഒരു കാര്യം അവൾക്ക്. അതുകൊണ്ട് ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ അന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇനി ഞാൻ വേല മുമ്പോട്ട് പോകണമെങ്കിൽ എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ഈ ഹൈന്ദവ സഹോദരിയുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ഞാനും വരുന്നു. ഞാൻ ചോദിച്ചു കന്നുകാലിയൊക്കെ എന്ത് ചെയ്യും? അതിന് നമുക്ക് പുല്ലൊക്കെ വെട്ടിയിട്ടിട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ആ വീട്ടിൽ പോയി പ്രാർത്ഥന നടത്തുവാനായിട്ട് രാവിലെ ഞാൻ പഠിപ്പിച്ച ആദിവാസി കുട്ടികൾക്ക് ചില പാട്ടൊക്കെ അറിയാം. പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ആദിമ സഭയിൽ പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായതുപോലെ പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച അവിടെ ഉണ്ടായി. ആ വീട്ടിലെ സഹോദരിയും എൻ്റെ ഭാര്യയും മറ്റു ചിലരും പെട്ടെന്ന് ആത്മാവിൽ നിറഞ്ഞു. അവര് പെന്തക്കോസ്ത് കണ്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, ഞാൻ മാത്രമേ ഈ യേശുവിനെ അറിയുന്നുള്ളൂ. ഇവരെല്ലാവരും പെട്ടെന്ന് ആത്മാവിൽ നിന്ന് അന്യഭാഷയിൽ ആരാധിക്കുവാനും വെളിപ്പാട് പറയാനും വചനമെടുത്ത് പറയാനും, വേദപുസ്തകം വായിച്ചിട്ടില്ലാത്തവർ യെശയ്യാപ്രവചനം ഇത്രാധ്യായം എടുത്ത് വായിക്കാനൊക്കെ പറയുന്ന വെളിപ്പാടും ഒക്കെ ഉണ്ടായി. ആകെ കുട്ടികളെല്ലാം പരിഭ്രാന്തരായി. ഞാൻ പറഞ്ഞത് സംഭവിച്ചത് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതുപോലെ വേദപുസ്തകത്തിൽ കാണുന്നതാണ്, പെന്തക്കോസ്താണ് എന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു സഭ രൂപീകരിക്കുവാൻ ഇടയായി തീർന്നു. ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു. ആ സമയത്ത് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, ഒറ്റ മിഷൻ അല്ല,
കർത്താവ് എപ്പോഴും ഈ 2 പേരെ വീതം അയച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ ദൈവസന്നിധി ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ബൈബിൾ സൊസൈറ്റിയിൽ ഞങ്ങളുടെ ലീഡറായിരുന്ന മോഹൻ പി ഡേവിഡ് എന്ന് പറയുന്ന പുനലൂർ സ്വദേശിയായിരിക്കുന്ന ദേവദാസൻ ഉണ്ട്. അദ്ദേഹം ബൈബിൾ സൊസൈറ്റി വർക്ക് ചെയ്യുകയാണ്. ഞാൻ നേരെ അദ്ദേഹം ഒരു വാഗ്മിയാണ്, നല്ല വചന നിശ്ചയമുള്ള ആളാണ്, അതുപോലെ തന്നെ നല്ല ഭക്തനായിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്. അദ്ദേഹം കാണാനായിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ 3-4 പേര് ഞങ്ങളെ സ്നാനപ്പെടുത്തിയൊക്കെ കഴിഞ്ഞിരുന്നു. വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്, ദൈവം ശക്തമായിട്ട് പ്രവർത്തിക്കുക, ആദിമ നൂറ്റാണ്ടിലെ പോലെ ആണെന്ന് മനസ്സിലായി. അദ്ദേഹം എൻ്റെ വീട്ടിലിരുന്ന് ബൈബിൾ സൊസൈറ്റിയിലെ ജോലി റിസൈൻ ചെയ്ത് എന്നോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് ആ വേല മുമ്പോട്ട് പോകാൻ ഇടയായി തീർന്നു. അവിടെ നിന്ന് ഞാൻ 10-40 അധികം പേരെ അവിടെ സ്നാനപ്പെടുത്തി. അവർ നല്ലൊരു കൂട്ടായ്മയായി. എൻ്റെ കസിൻ ബ്രദറെ സ്നാനപ്പെട്ട് മുമ്പോട്ട് വന്നു. അദ്ദേഹത്തെ ഞാൻ ചർച്ച ചെയ്യിപ്പിച്ചതിന് ശേഷം ദൈവ ശബ്ദം കേട്ടിട്ട് ഞാൻ കാസർഗോഡേക്ക് കടന്നുപോയി. അത് 80-ലാണ് ഞാൻ കാസർഗോഡ് എത്തുന്നത്. കാസർഗോഡ് ഞാൻ പല സഭകളിലും കൂട്ടായ്മയിലൊക്കെ ചെന്ന് പറഞ്ഞു ഞാനിങ്ങനെ മലബാറിലേക്ക് വേലയ്ക്ക് പോകുക എന്നൊക്കെ പറഞ്ഞപ്പം സഹോദരന് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചു. എന്നാൽ ഒരു സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വിശ്വാസത്താൽ കടന്നുപോയി. ഞാനും ഭാര്യയും എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ കാസർഗോഡ് കടന്നുപോയി. ഉദുമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഉൾഗ്രാമത്തിൽ 60 രൂപ വാടകയ്ക്ക് മണ്ണ് സിമെന്റ് ചെയ്യാത്ത, കറണ്ട് ഇല്ലാത്ത ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ ഒരു കൊച്ചു കുടില് ഞാൻ വാടകയ്ക്കെടുത്തു. ഞാൻ കടന്നു ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ രണ്ട് ചിരട്ട തവി, മൺകലം, 2 കഞ്ഞി വെക്കാനും കറി വെക്കാനുള്ള മൺകലവും ഒക്കെ മേടിച്ച് സിമ്പിളായിട്ട് അവിടെ പോയി ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. ആദ്യ നാളുകളിൽ ഞങ്ങൾ വളരെയധികം കഷ്ടങ്ങൾ അനുഭവിച്ചു. ഞാൻ ബൈബിൾ സൊസൈറ്റി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ പല പള്ളികളിലും ധാരാളം ട്രാക്റ്റുകളും പുസ്തകങ്ങളും സുവിശേഷ പ്രതികളും ഇങ്ങനെ കൊണ്ടുപോയിട്ടിരുന്നു. അവിടുന്ന് ടീം കടന്നു പോകുമ്പോൾ അത് അവിടെ ഇങ്ങനെ കിടക്കും. ഞാൻ ആ പുസ്തകങ്ങളെല്ലാം രണ്ടാമത് പോയി കളക്ട് ചെയ്ത് ചെതിലൊക്കെ പിടിച്ചതൊക്കെ ശരിയാക്കിയെടുത്ത് ആകെ ഉള്ള മുതല് ഈ ബൈബിൾ സൊസൈറ്റിയിലെ പുസ്തകങ്ങളാണ്. അതിന് 25 പൈസക്കൊക്കെ കൊടുക്കും. അതാരും വായിക്കത്തില്ല, വായിക്കാൻ കൊള്ളത്തില്ല, ചിത്രമൊന്നുമില്ല, സുവിശേഷ പ്രതികളാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ വീടുകളിൽ രാവിലെ മുതൽ സഞ്ചിക്കാത്ത നിറച്ച് പുസ്തകമായിട്ട് കടന്നു പോകും. അവരോട് സുവിശേഷം പറയും. അവസാനം പറയും ഇതൊരു പുസ്തകമുണ്ട്, പിന്നെ 25 പൈസ, എന്തിനു ചോദിക്കും. ഇത് വായിച്ചിട്ട് എന്താക്കണം? ഈസാ നബി, മൂസാ നബി, ഇബ്രാഹിം നബി ഇവന്റെ കഥയാണ്. ഈസാ നബിയുടെ നല്ല കഥയുണ്ട്, കഥ വായിച്ചോളൂ എന്ന് പറയും. അങ്ങനെ അവർക്ക് മനസ്സില്ലെങ്കിലും 25 പൈസയല്ലേ ഉള്ളൂ. അപ്പൊ 25 പൈസ തരും. ഒരു ദിവസം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ 2 രൂപ 2.5 രൂപ കിട്ടും. 2.5 രൂപ കിട്ടിയാൽ 1/2 കിലോ അരി മേടിക്കും. അതുപോലെ 10 പൈസയ്ക്ക് പച്ചമുളക് മേടിക്കും, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് മേടിക്കും. ഇങ്ങനെ ആദ്യ നാളുകളിൽ വളരെ നാൾ കഷ്ടതയുടെ തീച്ചൂളിയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. എനിക്ക് ഡ്രസ്സുകളില്ലായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. അതുപോലെ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുവാനായിട്ട് ആഹാരമില്ലാതെ പല ദിവസവും അടുത്തുള്ള സ്കൂളിൽ നിന്ന് അവർ ടീച്ചേഴ്സ് അവൻ തലകറങ്ങി വീണിട്ട് അവനെ കൊണ്ടുവരും. കൊണ്ടുവരുന്ന അവസരത്തിൽ ഞങ്ങൾക്കറിയാം എന്താ കുഴപ്പമെന്ന്. പക്ഷെ ഒരു അത്ഭുതം നടക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ 1 ഏക്കർ ഉള്ള ഒരു തെങ്ങുംതോപ്പിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നടക്കുക ഈ കെട്ടിടം. അവിടുത്തെ രീതി അനുസരിച്ച് തനിയെ വീഴുന്ന തേങ്ങ വീട്ടുകാർക്ക് എടുക്കാം. അപ്പോൾ എന്ന് ഭക്ഷണമില്ലാതിരിക്കുന്നു അന്ന് ഞങ്ങൾക്കൊരു തേങ്ങ വീഴും. ആ തേങ്ങ ചുരണ്ടി അതിന്റെ പാലെടുത്ത് മോന് വെള്ളം കൊടുത്തിട്ട് സ്കൂളിൽ വിട്ട അനേക ദിവസങ്ങളുണ്ട്. മാത്രമല്ല വളരെ നാളുകൾ ഞാൻ കാസർഗോഡ് ആയിരുന്നു ആദ്യത്തെ ഫെലോഷിപ്പ്. അവിടെ 5 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. ഞാൻ മിഷണറി ആയിട്ട് വന്നെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞായറാഴ്ച ഒരു കൊങ്ങണിയുടെ വീട്ടിൽ ഞങ്ങൾ കൂടും, അവിടെ പ്രാർത്ഥന നടത്തും. പക്ഷേ ഈ ഉദുമ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് അവിടെ പോകണമെങ്കിൽ 2 രൂപ വണ്ടി ചാർജ് വേണം. 2 രൂപ ബസ്സിനാണെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിനിന് പോകാനാണെങ്കിൽ 50 പൈസ. അന്നത്തെ രീതിയിൽ 50 പൈസ മതി. ഈ 50 പൈസ ഇല്ലാത്തത് കൊണ്ട് അനേക പ്രാവശ്യം റെയിലിൽ കൂടെ 10-15 കിലോമീറ്റർ നടന്ന് ഞാൻ യോഗത്തിന് പോയിട്ടുണ്ട്. സ്വതന്ത്രം. അങ്ങനെ ആദ്യ നാളുകളിൽ വളരെ ത്യാഗപരമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയി കർത്താവിന്റെ വേല ചെയ്തു. അതിനുശേഷം 1-2 സ്ഥലത്ത് പെട്ടെന്ന് കൂട്ടായ്മകൾ ഉണ്ടായി.
കാസർഗോഡും ഉദുമ എന്ന് പറയുന്ന സ്ഥലത്ത് 2 കൂട്ടായ്മ ഉണ്ടായപ്പോൾ ഞാൻ പിന്നെയും ചെന്ന് മോഹൻ പി ഡേവിഡിനെ ചെന്ന് വിളിക്കാനിടയായി. പുനലൂർ പോയി അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വീടെടുത്തിട്ടാണ് കടന്നു ചെന്നത്. അവിടെ ചെന്ന് അദ്ദേഹത്തെ കുടുംബമായിട്ട് വിളിച്ചു കൊണ്ടുവന്നു. ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ പെട്ടിയും മറ്റ് സാധനങ്ങളെല്ലാം ഞാൻ ആ ട്രെയിനെ കയറ്റി കൊണ്ടുവന്നത്. അവര് ഭാര്യയും ഭർത്താവ് രണ്ടാമത്. അവര് റിച്ച് ഫാമിലിയാണ്. അവരുടെ മാതാപിതാക്കൾ ടീച്ചേഴ്സ് ആയിരുന്നു. പാരമ്പര്യമായിരിക്കുന്ന പെന്തക്കോസ്തിന്റെ വിശ്വാസമുള്ളവരാണ്. അദ്ദേഹം ഒരു കൺവെൻഷൻ പ്രസംഗനായിരുന്നു. നല്ല ഇപ്പോഴും കർത്താവിന് വേലിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ദേവദാസനാണ് പാസ്റ്റർ മോഹൻ പി ഡേവിഡ്. ഞങ്ങൾ ഒരുമിച്ച് കാസർഗോഡ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ തുടങ്ങി. 4-5 വർഷത്തോളം ചെറിയ ചെറിയ കൂട്ടായ്മകൾ അവിടെ ഇവിടങ്ങളിൽ ഉണ്ടായി. 4-5 പേര് എംപ്ലോയീസ് ഒക്കെ വരുന്നവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ച ദിനരാത്രങ്ങളുണ്ട്. ഭക്ഷണമില്ലാത്ത അനേക മണിക്കൂർ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് എൻ്റെ കൂട്ടുകാരോടോ സഹോദരന്മാരോടോ പറയാറില്ല. അവര് സാമാന്യം അവരുടെ ഭവനത്തിൽ അന്തരീക്ഷമൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ആ നിലയിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഫിലിപ്പൂട്ടി എന്ന് പറയുന്ന ദേവദാസൻ കാഞ്ഞങ്ങാട് താമസിച്ച് വേല ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 2-3 പേരാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ കുറെ ടീമൊക്കെ വരാൻ തുടങ്ങി. 4-5 വർഷക്കാലം വളരെ ത്യാഗപരമായിട്ട് കർത്താവിന്റെ വേലയിൽ മുമ്പോട്ട് പോയി. ആ നാളുകളിൽ ഞാൻ ധാരാളം ഉപവസിക്കുമായിരുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ ഭക്ഷണമില്ലാതെ, മോനും ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ ഞാൻ മറ്റ് കൂട്ടായ്മകളിൽ ചെല്ലുമ്പോൾ, അവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. ഞാൻ പറയും ഞാൻ ഉപവാസമാണ് എന്ന് പറയും. പക്ഷെ ഉപവാസമല്ല, വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവരുടെ കൂടെ ഭക്ഷണത്തിന് ഇരിക്കത്തില്ല. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞു. ഞാൻ ദൈവകൃപയാൽ ആ നാളുകളിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. 10-40 ദിവസം ഞാൻ ഉപവസിക്കുമായിരുന്നു. ഓരോ ഉപവാസം കഴിയുമ്പോഴും ആത്മാക്കൾ കടന്നു വരും, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ആ പ്രദേശങ്ങളിൽ അനേക ഇടങ്ങളിൽ 90 ആയപ്പോഴത്തേക്കും ഏതാണ്ട് 10ഓളം സ്ഥലങ്ങളിൽ കൂട്ടായ്മകളായി, പല സ്ഥലങ്ങളിലും കൂട്ടായ്മകളായി തുടങ്ങി. അതൊരു രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിലയിലേക്ക് വന്നു. അങ്ങനെ 1990 പൈനിയർ മിഷൻ ചർച്ച് എന്നുള്ള നിലയിൽ അത് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ അനേക ഇടങ്ങളിൽ ഞാൻ മുന്നണി പോയി പ്രവർത്തിക്കും. അവിടെ ഒരു 10-15-20 പേര് കൂട്ടായ്മയിൽ വരുമ്പോൾ ആരെങ്കിലും ഒരു സഹോദരന്മാരെ അവിടെ ഏൽപ്പിക്കും. അങ്ങനെ 22 വർഷത്തോളം ഞാൻ കാസർഗോഡ് ജില്ലയിൽ കർത്താവിന്റെ വേലയിലായിരുന്നു. അനേക ഇടങ്ങളിൽ കൃപയാൽ സഭകൾ സ്ഥാപിക്കുവാൻ, 100 കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. കാഞ്ഞങ്ങാട് വെച്ച് ഞാൻ ഒരിക്കൽ 16 പേരെ ഒരുമിച്ച് സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് സഹായിച്ചു. അനേകരെ സ്നാനപ്പെടുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്തു. പലപ്പോഴും ഭൂതങ്ങൾ പുറത്തു പോവുകയും അതുപോലെ അത്ഭുത രോഗശാന്തി ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് ആത്മാക്കൾ കടന്നു വന്നത്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് നല്ല കൂട്ടായ്മകളുണ്ട്. അതിനുശേഷം 10-22 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഹൃദയത്തിൽ ഭാരതം എന്നുള്ള ആ വലിയൊരു വെളിപ്പാട് ഉള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ അവിടെ നിന്ന് ആലപ്പുഴയിലെ അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു പ്രവർത്തനം, ഒരു കറിസ്മാറ്റിക്കിന്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി ചില നാളുകൾ അവിടെ പ്രവർത്തിച്ചു. ആ പ്രവർത്തിക്കുന്ന അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരം, ആത്മഭാരം ഉണ്ടായി. എങ്ങനെയാണ് ഭാരതത്തിലേക്ക് സുവിശേഷീകരണത്തിന്? ഞാൻ അവിടെ ഒരു ബൈബിൾ ക്ലാസ് തുടങ്ങി. അവിടെ ധാരാളം സഭകളുള്ള സ്ഥലമാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ പാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് സ്കൂൾ ഓഫ് സ്റ്റുവർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം തുടങ്ങി. അതിന്റെ ഫലമായിട്ട് അനേക വേലക്കാരെ ഇന്നും വടക്കേണ്ടിയിലും അനേക സ്ഥലങ്ങളിലും കർത്താവിന്റെ വേലക്കാരെ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവരിപ്പോഴും കർത്താവിന്റെ വേലയിൽ ഉണ്ട്. ഇപ്പോഴും സ്കൂൾ ഓഫ് സ്റ്റുവർഷിപ്പ് എന്നുള്ള പ്രെയർ പ്രാർത്ഥന വചന ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ തൊടുപുഴയിൽ 3.5 വർഷക്കാലം തുടർമാനമായിട്ട് ദൈവവചനം ശുശ്രൂഷിപ്പാൻ, ഈ സ്കൂൾ ഓഫ് സ്റ്റുവേർഡ് നടത്തുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. ആ നാളുകളിൽ എനിക്ക് TV-യിൽ പ്രസംഗിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ട്രംപറ്റ് TV എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ചാനൽ, ക്രിസ്ത്യൻ TV, 3.5 വർഷക്കാലം എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂറോളം, അരമണിക്കൂർ ദൈവവചനം ശുശ്രൂഷിപ്പാൻ 3.5 വർഷക്കാലം തുടർച്ചയായിട്ട്. അത് കോവിഡ് വന്നപ്പോഴാണ് അവസാനിച്ചത്. അങ്ങനെ ഉള്ള കർത്താവ് എനിക്ക് അവസരം തന്നു. അതിനുശേഷം ഞാൻ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭാരതം എന്നുള്ള വലിയ ആത്മഭാരം ഉണ്ടായിട്ട് ഞാൻ ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാനിടയായി.
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറിയാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം 35-ാമത്തെ ദിവസം ആലപ്പുഴയിൽ നിന്നുള്ള ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ഞാൻ മലപ്പുറത്താണ് താമസിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐസക്കിച്ചായനെയും കൂട്ടി എനിക്ക് വടക്കേണ്ടി പോകണമെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു. അദ്ദേഹം വടക്കേണ്ടിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, രാജസ്ഥാനിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. ആലപ്പുഴയിൽ പോയി ഞങ്ങൾ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദമോ വെളിപ്പാടോ ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് കിടന്നുറങ്ങാം. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കിടന്നു. ദൈവം ഒന്നും പറയുന്നില്ല. ആ കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ പിന്നെയും ദൈവസന്നിധിയിൽ ഇരുന്നു. പെട്ടെന്ന് ദൈവശബ്ദം കേട്ടു, ചെന്നായ്ക്കളുടെ കുഞ്ഞാടുകൾ പോലെ അയക്കുന്നു, പോകുക എന്നുള്ള ശബ്ദം കേട്ടു. ഞാൻ നേരമ്പെടുത്ത് എൻ്റെ സഹോദരനോട് പറഞ്ഞു, അരുൺ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, കർത്താവ് എന്നോട് പറഞ്ഞു പോകാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇപ്പൊ പോവുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ശനിയാഴ്ച ഹിമസാഗർ എന്ന് പറഞ്ഞ ട്രെയിനുണ്ട്, ഇപ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ പൈസ ഇല്ല, വേറൊരു ദിവസം ആക്കാമെന്ന്. ഞാൻ പോകാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനമെടുത്ത് ഞാൻ ബസ്സിൽ കയറുമ്പോൾ മംഗലാപുരത്തുള്ള എൻ്റെ ഒരു ശുശ്രൂഷയിൽ മുമ്പോട്ട് വന്ന ഒരു സഹോദരൻ, ഒരു എഞ്ചിനീയറാണ്, അദ്ദേഹം എന്നെ വിളിച്ചു. ഐസക്കിച്ചാൻ എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആലപ്പുഴയിൽ. അക്കൗണ്ട് നമ്പർ ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ഞാൻ ചെറിയ കൂട്ടായ്മ അയക്കാം. ഞാൻ ചോദിച്ചു, എത്ര അയക്കും? 2000 രൂപ അയക്കും എന്ന് പറഞ്ഞു. ഞാൻ അരുണിനോട് ചോദിച്ചു, എത്ര രൂപ വേണം? ഇപ്പോൾ 2000 രൂപ വേണമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ വേറൊരാളുടെ പൈസ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അപ്പം തന്നെ എടുത്ത് പൈസ കിട്ടി എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു. ഞങ്ങള് ആ യാത്ര അടുത്ത ശനിയാഴ്ച തന്നെ ഞങ്ങൾ പോയി. ആദ്യത്തെ എൻ്റെ ഭാരതയാത്രയാണ് അത്. 17 സ്റ്റേറ്റുകളിൽ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ 20ഓളം കൂട്ടായ്മകളിൽ മലയാള കൂട്ടായ്മയിലല്ല, ഹിന്ദി കൂട്ടായ്മകളിൽ ഇടപെടുവാൻ ഇടയെത്തിയിരുന്നു. അനേക സഭകൾ സന്ദർശിക്കുവാൻ ഇടയെത്തിയിരുന്നു. ഞാൻ പറയട്ടെ, അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഭാരതത്തിലെ 29, ഇപ്പൊ 29 സംസ്ഥാനങ്ങളിലും നിരന്തരമായി യാത്ര ചെയ്യുവാൻ, ആയിരക്കണക്കിന് സഭകൾ സന്ദർശിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. കഴിഞ്ഞ മാസം 31-ാം തീയതി ഞാൻ വാരണാസിയിൽ പോയി ഒരു 15 ദിവസം അവിടുത്തെ പ്രേയറിൽ സംബന്ധിച്ചിട്ട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കടന്നു വന്നേ ഉള്ളൂ. ഞാൻ അതിനുശേഷം രാജ്യത്തിലുടനീളം എത്ര കോവിഡിന്റെ സമയത്ത് ഞാൻ 18 സ്റ്റേറ്റുകളിൽ പോയി. അന്ന് യാത്ര ചെയ്യാൻ യാതൊരു സാധ്യതയില്ലായിരുന്ന സമയത്ത് പോലും ടീമായിട്ട് കടന്നു പോകാൻ ഇടയായി തീർന്നു. ഈ യാത്രകളിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഭൂതങ്ങൾ, 100 കണക്കിന് ഭൂതങ്ങൾ വിട്ടുപോകുന്നത് കാണുവാൻ കർത്താവ് എനിക്ക് കൃപയുന്നു. ഞാൻ ഓർക്കുന്നു, ഗോവാട്ടിയിൽ വെച്ചൊരു സെമിനാറിൽ ഞങ്ങള് ഭാരതയാത്ര ചെയ്ത് ടീം വരുമ്പോൾ അവിടെ ഒരു സെമിനാർ നടക്കുകയാണ്. ബ്രദർ വിൽസൺ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സെമിനാറാണ്, ഒരാഴ്ചത്തെ സെമിനാറാണ്. ആ സെമിനാറിൽ ഞങ്ങൾ സംബന്ധിക്കാനിടയായി തീർന്നു. എന്നോട് രാത്രിയിൽ വചനം ശുശ്രൂഷിക്കാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. വചനം ശുശ്രൂഷിക്കാനായിട്ട് എഴുന്നേറ്റ് ഒരു വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് താഴെ ഒരു സ്ത്രീ ഭൂതം ആയിട്ട് ഇളകി. ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ വേറൊന്ന് ഇളകി. രാത്രി 11:30 വരെ 100 കണക്കിന് ഭൂതങ്ങൾ വിട്ടുപോകുന്ന കാണുവാൻ കർത്താവ് സഹായിച്ചു. അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത്, ഹല്ലേലൂയ, 1-ാം നൂറ്റാണ്ടിലെ അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. ഇന്നും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് നിഴല് തട്ടിയവർക്ക് സൗഖ്യം പ്രാപിച്ചതുപോലെ ഇന്നും സംഭവിക്കുന്നുണ്ട്. ഇതാണ് ദൈവത്തിന്റെ വചനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവകൃപയാൽ ഇത്രത്തോളം എന്നെ വഴി നടത്തി ഞാനിപ്പോൾ ഇവിടെ മൂലമറ്റത്ത് താമസിക്കുന്നു. ഇവിടെ ഒരു ചെറിയ ഭവനം ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഡൽഹിയിലെ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞാൻ ചില ദിവസങ്ങൾ ചെലവഴിക്കുകയുണ്ടായി. ഒരു രാത്രിയിൽ 2 മണിയായ സമയത്ത് ഞാൻ പ്രാർത്ഥനാ റൂമിൽ ഇരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ഗോപുരം തെക്കേ ഇന്ത്യയിൽ ഉണ്ടാകണം എന്ന്. ഞാൻ പറഞ്ഞ കർത്താവ്, ഞാനൊന്ന് മഞ്ചേരിയിലാണ് താമസിക്കുന്ന, മുസ്ലിങ്ങളുടെ ഇടയിലാണ്, ഞാൻ എങ്ങനെ ഇവിടെ, ഞാൻ വാടകയ്ക്ക് താമസിക്കുക, എങ്ങനെയാണ് കർത്താവ് ഇത്? ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിനക്ക് അവിടെ നിന്റെ തറവാട് സ്ഥലം കിടപ്പില്ലേ എന്ന്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് പോയതാണ്. പെട്ടെന്ന് അങ്ങനെ തീരുമാനമെടുത്തു. ഇവിടെ കഴിഞ്ഞ കൃപയാൽ 6-7 വർഷമായിട്ട് ഇവിടെ വന്ന് ഒരു പ്രയർ ഒരു മന്ദിരം ഉണ്ടാക്കാനായിട്ട് ദൈവം ഇടയാക്കി.
അതിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടില്ല എങ്കിലും ഹല്ലേലൂയ എല്ലാ മാസവും 3 ദിവസം ഇവിടെ പ്രാർത്ഥന നടത്തുന്നു. എൻ്റെ ആഗ്രഹം, ഞാൻ കഴിഞ്ഞ ദിവസം നോർത്ത് ചെന്ന് ആഹ്വാനം ചെയ്ത സമയത്ത് നൂറുകണക്കിന് ആളുകൾ കേരളത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായിട്ട് ഉണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക്. ഈ അടുത്ത ആഴ്ചയിൽ മധ്യപ്രദേശിൽ നിന്ന് ഒരു ടീം കേരളത്തിലേക്ക് വരുന്നുണ്ട്. അവര് എല്ലാ തലസ്ഥാനങ്ങളിലും പോയി പ്രാർത്ഥിക്കുവാനായിട്ട്. പ്രാർത്ഥനയുടെ വിവിധമായിട്ടുള്ള മുഖങ്ങൾ. ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടത്തുന്ന മറ്റൊരു ശുശ്രൂഷ ചേഞ്ച് ദ വേൾഡ് സ്കൂൾ ഓഫ് പ്രെയർ എന്നുള്ളതാണ്. പ്രാർത്ഥന പരിശീലന കളരി. അത് 2 or 3 പേരുള്ളിടത്ത് പോലും നടത്തുവാനായി 48 മണിക്കൂറുള്ള ഒരു ക്ലാസ് ആണ്. അത് പ്രാർത്ഥനയുടെ ഉയർന്ന തലത്തിലേക്ക് എങ്ങനെ നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയാണ് ലോകത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയാൽ ലോകത്തെ എങ്ങനെ ചലിപ്പിക്കാം എന്നുള്ള ഒരു സ്റ്റഡി ക്ലാസ് ആണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൃപയാൽ ഹല്ലേലൂയ സ്തോത്രം, അത് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ സ്കൂൾ ഓഫ് ഇവാഞ്ചലിസം, എങ്ങനെയാണ് പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യുന്നതെന്നുള്ള ചെറിയ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിധമായിരിക്കുന്ന ശുശ്രൂഷ കർത്താവ് എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരോമ TV-യിലൂടെ ശബ്ദം കേൾക്കുന്ന ഏവരോടും എനിക്ക് പറയാം, ഇത് അവസാന ദിവസങ്ങളാണ്, അന്ത്യനാളുകളാണ്. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളിൽ മുഴുവനും സുവിശേഷം വളരെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. നാം ഉപയോഗിക്കുന്ന ഈ ഫോണും ഇതുപോലുള്ള കാര്യങ്ങൾ സാത്താന്റെ കയ്യിലെ ആയുധമാണ് ഇന്ന്. പക്ഷേ ഇത് കർത്താവിന് അവന്റെ ആയുധമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാജ്യങ്ങളിൽ ഹല്ലേലൂയ സുവിശേഷം ഏത് ഭവനത്തിലും ഏത് ഉൾമുറികളിലും ദൈവവചനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കരങ്ങളിൽ ഇത് ഉപയോഗിക്കപ്പെടും. അരോമ TV നടത്തുന്ന ഈ മഹനീയമായിരിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ആയിരക്കണക്കിന് ആളുകളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ. അല്ല, ലോകരാജ്യങ്ങളിൽ ഇന്ന് നടക്കുന്ന സുവിശേഷീകരണത്തിൽ നല്ല പങ്ക്, വിശേഷിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ ഒക്കെ നടക്കുന്നത്, അതിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത് ഈ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ഈ സംവിധാനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആമേൻ. താങ്ക് യു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന് ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസൻ്റെ ബാല്യം മുതൽ ഇങ്ങോട്ടുള്ളതായ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കൂട്ടുകാർക്കും സ്കൂളിലും ചെറുപ്പക്കാർക്കുമൊക്കെ ഒരു വേദന, ഒരു തലവേദനയായിരുന്ന ഒരു കാലമായിരുന്നു കുട്ടിക്കാലമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നത്തേതിൽ അതിലൊക്കെ മാറ്റം വന്നു. കർത്താവ് ഹൃദയത്തിൽ ഇടപെട്ടപ്പോൾ ചെയ്യുന്നതായ കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യം വരികയും അങ്ങനെയുള്ള തെറ്റായ വഴികളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് ശരിയായ പാതയിലേക്ക് വരുവാനിടയായി തീർന്നു. ഒരു സന്ദർഭത്തിൽ കർത്താവിനെ വിട്ടിട്ട് പോയി ചില സാഹചര്യങ്ങൾ കടന്നു വന്നെങ്കിലും കർത്താവിന് വേണ്ടിയുള്ളവനായതുകൊണ്ട് കർത്താവ് കൈവിട്ടില്ല, കർത്താവ് കൂടെയിരുന്നു, കർത്താവ് വിളിച്ച് വേർതിരിച്ചു. ദൈവത്തിൻ്റെ മകനായി തീരുവാൻ, കർത്താവിൻ്റെ വേലക്കാരനായി തീരുവാൻ, കർത്താവിന് പ്രയോജനമുള്ള ഒരു ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ശുശ്രൂഷകനായി തീരുവാൻ കർത്താവ് ഉപയോഗിച്ചു എന്നുള്ളത് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരും അതേ അനുഭവത്തിൽ, ആ സന്തോഷത്തിൽ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, അനേകരെ കർത്താവിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ, വളർത്തിയെടുക്കുവാനൊക്കെ ദൈവം ഉപയോഗിച്ചല്ലോ. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പിന്നെയും കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ സൗഖ്യാരോഗ്യം ദീർഘായുസ്സും കർത്താവ് തരട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക്, പ്രവർത്തന മേഖലകൾക്കൊക്കെ കർത്താവ് വിശാലത ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അരോമാറ്റിയുടെ പ്രേക്ഷകർ ഈ ദേവദാസനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഈ സമയം നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ പിതാവേ, അവിടെ നിന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ലോക സ്ഥാപനത്തിന് മുമ്പ് ഞങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നിന്റെ മഹത്വമുള്ള തേജസ്സുള്ള സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട നിന്റെ ജനത്തിനായിട്ട് സ്തോത്രം. വിശേഷാല് ഈ അരോമ TV-യിലൂടെ കേൾക്കുന്ന എല്ലാ നിന്റെ മക്കൾക്ക് വേണ്ടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത് അന്ത്യനാഴികയാകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവേ, വേഗത്തിൽ അവിടുത്തെ ശുശ്രൂഷ തേക്കുവാൻ കർത്താവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിക്കപ്പെട്ട് ഓരോരുത്തരുടെ മേലും ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിളിയാലുള്ള ആശ എന്നെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവെ ഓരോരുത്തരെയും അവിടുന്ന് ഉപയോഗിപ്പാൻ അവിടുന്ന് വിശ്വസ്തനാകിയ നന്ദിയോടെ സ്തോത്രം.
ഒരു കർത്താവ് അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഈ തലമുറയെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രത്യക്ഷത, മേഘപ്രത്യക്ഷത ആസന്നമായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ് ഒരു പക്ഷേ എങ്കിൽ ഹല്ലേലൂയ ഈ ഞങ്ങളുടെ ലൈഫ് ടൈമിൽ തന്നെ കർത്താവ് വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവെ, ആ വരവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാൻ, ഹല്ലേലൂയ, മണവാട്ടിയെ ഒരുക്കുന്ന ആ വലിയ ശുശ്രൂഷയിൽ എന്നെ കേൾക്കുന്നതായിട്ടുള്ള സകലരെയും കർത്താവ് ഉപകരണങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച കർത്താവിന്റെ മഹത്വകരമായിരിക്കുന്ന ശുശ്രൂഷ ഈ അന്ത്യനാളുകളിൽ അതിന്റെ തേജസ്സോടുകൂടെ നടത്തപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും നിന്റെ കരങ്ങളിൽ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. വിശേഷാൽ ഈ അരോമ ടിവിയുടെ കർത്താവ് സംഘാടകരെ, കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും സഹപ്രവർത്തകരെയും എല്ലാം ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇത് ഈ തലമുറയിൽ ഒരത്ഭുതമായി തീരട്ടെ, അനേകർക്ക് വിടുതലിന് മുഖാന്തരമായി തീരട്ടെ, കർത്താവിന്റെ രാജ്യത്തിന്റെ വർധനവയ്ക്ക് മുഖാന്തരമായി തീരട്ടെ. അവിടെ നിങ്ങൾ ചെയ്യുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പുത്രനെ മഹത്വപ്പെടുത്തണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസന് ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരുള്ളതായ നന്ദിയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമയപ്പെടാൻ മുഖാന്തരമായി തരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ പ്രത്യേകാൽ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com